അവർക്ക് ജോലി ലഭിക്കും എന്ന് ഉറപ്പുണ്ടായിരുന്ന ഒരു സംരംഭമാണ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായിരുന്നില്ല. ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള തീരുമാനം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെൻറ് എടുക്കുന്നത്? ദുരൂഹതകളുണ്ട്, ഇതിൽ ദുരൂഹതയുണ്ട്. സ്വന്തക്കാർക്കും ഇഷ്ടക്കാർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢനീക്കമാണ് ഇതിൻ്റെ പുറകിൽ. ഭൂമി കച്ചവടമാണ്. ടീകോം കുറേ കാലമായിട്ട് അതിനകത്ത് നമുക്ക് മുന്നോട്ട് പോയിട്ടില്ല. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നമുക്കാണെങ്കിൽ കൊച്ചിയിൽ സ്ഥലത്തിന് വേണ്ടിയുള്ള ആവശ്യം വളരെ കൂടുതലാണ്. ഇൻഫോ പാർക്കിൻ്റെ ഏകദേശം മുഴുവനായി കഴിഞ്ഞു. അടുത്ത ഘട്ടത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ നമ്മളിപ്പോൾ ലാൻഡ് പൂളിങ്ങിലേക്ക് പോവുകയാണ്. ആ ഘട്ടത്തിലാണ് ഈ ഭൂമി നമ്മൾ കൊടുത്തിരിക്കുന്നത് ഉപയോഗിക്കാതെ കിടക്കുന്നത്. അപ്പോൾ അവരുടെ പിന്നീട് അവർ ദുബായിക്ക് പുറത്തുള്ള അത്തരം ഡെവലപ്മെൻറ്റുകൾ കുറേ കാലമായി നടത്തുന്നില്ല. അത്തരം ഘട്ടത്തിലാണ് അവരുമായി ചർച്ച ചെയ്തിട്ട് നമ്മളെ ലാൻഡ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാവുന്ന രൂപത്തിലുള്ള തീരുമാനത്തിലേക്ക് പോകണം എന്ന് കണ്ടിട്ടുള്ളത്. കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്ന് പിന്മാറിയ ടീകോമിന് നഷ്ടപരിഹാരം നൽകാനുള്ള മന്ത്രിസഭാ തീരുമാനമാണ് വിവാദം. രാഷ്ട്രീയ അഴിമതി എന്നാരോപിക്കുകയാണ് പ്രതിപക്ഷം. 2007 കരാർ പ്രകാരം ടീകോമിന്റെ കാരണത്താൽ പദ്ധതിക്ക് കോട്ടമുണ്ടായാൽ നഷ്ടപരിഹാരം നൽകേണ്ടത് ടീകോമാണ്. VS സർക്കാരിന്റെ കാലത്ത് ആ കരാർ നക്ഷത്രം പോലെ നിൽക്കവേ കോടികൾ അങ്ങോട്ട് നൽകി ടീകോമിനെ സൽക്കരിക്കേണ്ടത് ആരുടെ ആവശ്യമാണ്? ഒഴിപ്പിച്ചെടുക്കുന്ന ഈ 246 ഏക്കർ ഭൂമി കൊടിയ അഴിമതിക്കുള്ള വിളനിലമാകുമോ? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈവിലേക്ക് സ്വാഗതം. ശ്രീ ജിൻജോ ജോൺ, ശ്രീ CR നീലകണ്ഠൻ, അഡ്വക്കേറ്റ് BN ഹസ്കർ, ശ്രീ ശ്രീജിത് പണിക്കർ എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ ശ്രീ CRലേക്ക് തന്നെ പോകുന്നു. ശ്രീ CR നീലകണ്ഠൻ, ഇവിടെ എന്താണ് VS സർക്കാരിൻ്റെ കാലത്തെ കരാർ പ്രകാരം നഷ്ടപരിഹാരം അങ്ങോട്ട് കൊടുക്കണോ ഇങ്ങോട്ട് കൊടുക്കണോ, അല്ലെങ്കിൽ ഈ ഭൂമി എന്ത് ചെയ്യാം എന്നതിനൊക്കെ അപ്പുറം മറ്റൊരു പ്രശ്നമുള്ളൂ. CR, ഈ സ്മാർട്ട് സിറ്റി എന്ന് പറയുന്നത് ഒരു കാലത്ത് നമ്മൾ സജീവ ചർച്ചയാക്കിയ വിഷയമാണ്. വലിയ രാഷ്ട്രീയ പോരാട്ടങ്ങൾ, സെക്രട്ടേറിയറ്റിന് മുന്നിലടക്കം വലിയ രാഷ്ട്രീയ പോരാട്ടങ്ങൾ, VSൻ്റെ സമരോദയമൊക്കെ കണ്ട ഒരു കാലം നമുക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞു. സ്മാർട്ട് സിറ്റി കേരളത്തിലെ യുവാക്കളുടെ ജോലിയുടെ മഹാസ്വപ്നമാണ്, ഒരു മഹാഹാവനാണ് എന്ന രീതിയിൽ ഒരുപാട് പ്രചരിപ്പിയുടെ പ്രതീക്ഷ നൽകി. അതിനുശേഷം ഈ ടീകോം പിന്മാറിപ്പോകുന്ന കാര്യം, അല്ലെങ്കിൽ എന്തെങ്കിലും ചർച്ച നടന്ന കാര്യമൊക്കെ കേരളം അറിയണ്ടേ? CR, അത് നിയമസഭ അറിയണ്ടേ? അതായത് ഇവിടെ മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് തീയതി 4/12/2024 ഹെലി ടൂറിസം നയം അംഗീകരിച്ചു 1, ആരോഗ്യവകുപ്പിൽ 44 തസ്തികൾ 2, LP സ്കൂൾ അസിസ്റ്റന്റ് തസ്തിക 3, കാലാവധി ദീർഘിപ്പിച്ചു 4, സ്ഥിരപ്പെടുത്തും സംസ്ഥാന ദാരിദ്ര്യ ലഘൂകരണ വിഭാഗങ്ങൾ ഒരു തീരുമാനം. 5ാം തീരുമാനമായി ഏറ്റവും ഒടുവിൽ തൊട്ട് മുമ്പിൽ സ്മാർട്ട് സിറ്റി ശുപാർശ അംഗീകരിച്ചു എന്ന് നൈസായി പറയണം. എന്ന് പറഞ്ഞാൽ ടീകോവുമായി ചർച്ചകൾ നടത്തി പരസ്പര ധാരണയോടെ പിന്മാറ്റ നയം രൂപകൽപ്പന ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ദുർഗ്രാഹ്യമായ ഭാഷയിൽ ഒളിച്ചു കടത്താൻ നോക്കുന്നത് എന്തിനാണ്? CR, ഹഷ്മി, ഈ സ്മാർട്ട് സിറ്റിയുടെ ആദ്യകാലം മുതൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങൾ ഉന്നയിച്ച ഒരാളാണ് ഞാൻ. അത് ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന കാലത്തും VS ഭരിച്ചിരുന്ന കാലത്തും. അതിന് വളരെ വ്യക്തമായ കാരണങ്ങളുണ്ട്. കാരണം IT വികസനത്തിന് ഭൂമി കൊടുക്കുകയാണോ വേണ്ടത് എന്ന ചോദ്യം ഞങ്ങളന്ന് ചോദിച്ചു. ഭൂമി കൊടുത്താൽ വികസനമുണ്ടാവുമോ? ആ ചോദ്യം ഇവിടെ എല്ലാവരും അത് അന്ന് ഉമ്മൻചാണ്ടിയുടെ കാലത്തും അതിനുശേഷം VS സർക്കാരിൻ്റെ കാലത്തും അതങ്ങനെയാണ് വേണ്ടത് എന്ന് പറയുകയും അതിനെ എതിർക്കുന്ന ആളുകളൊക്കെ സാമൂഹ്യ വിരുദ്ധരാണ്, ലോകവിരുദ്ധരാണെന്ന് പറയുകയും ചെയ്തു. ഉമ്മൻചാണ്ടിയുടെ കാലത്തെ കരാറിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു കരാർ VSൻ്റെ കാലത്തുണ്ടാക്കി. താരതമ്യേന മെച്ചപ്പെട്ട ഒരു കരാറാണത് എന്ന് ഞാൻ കരുതുന്നു. ഒരു താരതമ്യത്തിലാണ്. അപ്പോഴും നേരത്തെ കാശ്മീർ ചോദിച്ചതുപോലെ വലിയ തോതിലുള്ള പ്രതീക്ഷ അവിടെ ആളുകൾക്കുണ്ടായി. ഇൻഫോ പാർക്ക് ഒരു വശത്ത് വളർന്നു വരുന്നു. ആ ഇൻഫോ പാർക്ക് കൂടി കൊടുക്കാൻ ഒരു ഘട്ടത്തിൽ തീരുമാനം ഉണ്ടായിരുന്നു. അത് VSൻ്റെ കരാറിലാണ് അത് മാറ്റിയത്. ഏതായാലും ഇൻഫോ പാർക്കിൻ്റെ മാത്രമല്ല വിഷയം. പിന്നെ സ്മാർട്ട് സിറ്റിക്ക് കൂടുതൽ ഭൂമി എടുത്തു കൊടുക്കുന്നു. ഇതിൻ്റെ അക്കരെ പുഴയുടെ 2 വശത്തുമായി ഭൂമി എടുത്തു കൊടുക്കുന്നു. ഇത് രണ്ടും ഒരു സ്പെഷ്യൽ എക്കണോമിക് സോൺ ആക്കണമോ കഴിയുമോ എന്നുള്ള വലിയ തർക്കങ്ങൾ നമ്മൾ 2011 വരെയൊക്കെ കണ്ടു. ഏതായാലും 2011 അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. 2011 അത് നടപ്പായി. 2007 കരാർ ഒപ്പിട്ടെങ്കിലും 2016 അതിൻ്റെ ഒരു ഉദ്ഘാടനം, 1ാം ഘട്ടത്തിൻ്റെ ഉദ്ഘാടനം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നടന്നു എന്ന് പറഞ്ഞു. കുറച്ച് കെട്ടിടങ്ങളൊക്കെ, ഞാൻ അതിൻ്റെ അടുത്ത് താമസിക്കുന്ന ആളായതുകൊണ്ട് അവിടെ ചില ബോർഡും കെട്ടിടങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട്. അവിടെ ജോലിയൊന്നും കാര്യമായിട്ട് വന്നു എന്ന് കണ്ടിട്ടില്ല. അപ്പോൾ അന്ന് തന്നെ ഇത് തൊഴിൽ കിട്ടാനുള്ള ഒരു വലിയ പദ്ധതിയാണ് എന്നതിനെ അന്നും ഇന്നും എന്നും ഞാൻ ചോദ്യം ചെയ്യുന്നു. കാരണം ഇത്രയൊന്നും കൊടുക്കാതെ ഇതിനേക്കാൾ എത്രയോ തൊഴിലുകൾ ഇൻഫോ പാർക്ക് എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു പദ്ധതിയിലുണ്ട്. പിന്നെ എന്തിനാണ് സ്മാർട്ട് സിറ്റി എന്ന ചോദ്യം? അത് ആരെ സ്മാർട്ടാക്കാനാണെന്ന് ലേഖനം എഴുതിയ ആളാണ് ഞാൻ. ആരാവും സ്മാർട്ടാവുക എന്ന്. ഇപ്പോൾ കാശ്മീർ നമുക്ക് മനസ്സിലായി സ്മാർട്ടായത് ടീകോം തന്നെയാണ്. വലിയൊരു വഞ്ചനയാണ് ഇപ്പോൾ നടക്കുന്നത്.
ഇതിൽ ഇപ്പോൾ നേരത്തെ നിങ്ങൾ ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രിയുടെ ഒരു ബൈറ്റ് കാണിച്ചു. കുറേ കാലമായി ടീകോം ഒന്നും ചെയ്യുന്നില്ല. കുറേ കാലമായി ടീകോം ഒന്നും ചെയ്യില്ലെങ്കിൽ ഈ കരാറൊന്നെടുത്ത് മന്ത്രി വായിച്ചാൽ, അതായത് ലിസി ജേക്കബും ഒക്കെ ഒപ്പിട്ട ഒരു കരാറുണ്ട് നമ്മുടെ മുമ്പിൽ. ആ കരാർ ഇപ്പോൾ പബ്ലിക് ഡൊമൈനിലുണ്ട്. ആ കരാർ ഒപ്പിട്ട് വായിച്ചാൽ അതിൽ 7.2 എന്ന് പറയുന്ന ഒരു ക്ലോസ് ഉണ്ട്. 7.1 കേരള സർക്കാരിന് എന്തെങ്കിലും തകരാറ് പറ്റിയാൽ അതിനുള്ള വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകൾ എന്താണ്? ഇന്ന കാര്യങ്ങൾ ചെയ്യരുത്, SEZ സ്റ്റാറ്റസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. രണ്ടാമത്, അങ്ങനെ വന്നാൽ 7.1-ൽ C അനുസരിച്ച് ഒരു പൈസ അങ്ങോട്ട് കൊടുക്കണം. നേരെ മറിച്ച് കേരള സർക്കാരിനല്ല ടീകോമാണ് പിന്മാറുന്നതെങ്കിൽ 7.2 ആണ് കരാറിൻ്റെ ബാധ്യത. എന്ന് പറഞ്ഞാൽ ടീകോം ജോലി ചെയ്യുന്നില്ല എന്നാണ് മന്ത്രി പറഞ്ഞതെങ്കിൽ, മന്ത്രി അത് മന്ത്രിസഭാ യോഗത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ആ കരാറിൻ്റെ 7.2 എന്നുള്ള ക്ലോസ് ഉപയോഗിക്കുകയും ഇതുവരെ കേരള സർക്കാരിന് പറ്റിയ എല്ലാ നഷ്ടങ്ങളും ഈ ടീകോം കമ്പനി കൊടുക്കുകയും ഭൂമി ഏറ്റെടുത്തടക്കം സറണ്ടർ ചെയ്യുകയും അവരിവിടുന്ന് പാട്ടും പാടി വീട് വിട്ട് പോവുകയും ചെയ്യാണ് വേണ്ടത്. ഇപ്പോൾ നമ്മൾ വായിച്ചത് മന്ത്രിസഭാ കുറിപ്പിൽ ഇവർ ചർച്ച ചെയ്ത് തീരുമാനിക്കണം. എന്ത് ചർച്ച ചെയ്യാനുള്ളതിൽ? എങ്ങനെയാണ് പിൻവാങ്ങൽ നയം ചർച്ച ചെയ്യുക? ഈ കരാർ വാലിഡാണോ? VS സർക്കാരിൻ്റെ കാലത്ത് ഒപ്പിട്ട 2007 മെയ് 13 ഒപ്പിട്ട ഈ കരാർ വാലിഡാണോ എന്നാണ് ആദ്യം പറയേണ്ടത്. മാത്രമല്ല കാശ്മീർ, ഇതിലൊരു കാര്യം കൂടിയുണ്ട്. ഇത് സംബന്ധിച്ച് വിവരാവകാശം ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതൊരു സ്വകാര്യ കമ്പനിയാണ്, അതുകൊണ്ട് ഇതിൻ്റെ വിവരങ്ങൾ തരാൻ പറ്റില്ല എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ നമ്മളോട് പറഞ്ഞത്. അതിലെന്തർത്ഥമുള്ള നാട്ടുകാരുടെ ഭൂമി, നാട്ടുകാരുടെ പണം, നാട്ടുകാരുടെ കാര്യം. അപ്പോൾ ഇത് വിവരാവകാശ നിയമത്തിന് ഇത് കീഴിൽ വരില്ല എന്ന് വാദിച്ച അതേ ആളുകൾ തന്നെ ഇപ്പോൾ പറയുന്നു അത് സർക്കാർ അവരുടെ അവർക്ക് പണം കൊടുത്ത് ഇത് ഏറ്റെടുക്കാൻ പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ഈ ഭൂമി 246 ഏക്കർ ഭൂമി അത്ര വേണമെന്നുള്ളത് വേറെ പ്രശ്നം. ഈ നമുക്ക് ഇൻഫോ പാർക്കിൻ്റെ ഭാഗമായി ചെയ്തിരുന്നുവെങ്കിൽ ഇന്നുള്ളതിൻ്റെ എത്രയോ ഇരട്ടി തൊഴിലവസരങ്ങൾ അവിടെ ഉണ്ടാകുമായിരുന്നു എന്നാണ് നമ്മുടെ അനുഭവം. ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന 200-ലധികം കമ്പനികൾ അതോ അതിൽ കൂടുതലോ ഇൻഫോ പാർക്കിൽ സ്ഥലത്തിന് വേണ്ടി ആവശ്യപ്പെട്ട് നിൽക്കുന്നുണ്ട്. 200 കമ്പനികൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എത്ര ആയിരക്കണക്കിന് ജോലി കിട്ടും? ഇതിവിടെ 90,000 ജോലി കൊടുക്കും. 88.8 ലക്ഷം ചതുരശ്ര മില്യൺ 8.8 മില്യൺ 88 ലക്ഷം ചതുരശ്ര അടി കെട്ടിടം പണിയും. ഇത് 10 കൊല്ലം കൊണ്ട് ചെയ്യേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ 2017 മുതൽ 10 കൊല്ലം കൊണ്ട് 2007 മുതൽ 2017 വരെയുള്ള 10 വർഷം കൊണ്ട് ചെയ്യേണ്ടതാണ്. ഇത് ചെയ്തോ എന്ന് എപ്പോഴെങ്കിലും കേരളത്തിലെ സർക്കാർ ചോദിച്ചോ? ഏതെങ്കിലും സർക്കാർ? ഓക്കെ, ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തിൻ്റെ അവസാനമാണ് അതിൻ്റെ ഒരു ഘട്ട ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭരണം പോയി. അതിനുശേഷം കഴിഞ്ഞ 8.5 വർഷമായി ഈ സർക്കാർ ഇവരുടെ തന്നെ മുൻതുടർച്ചയായ VS സർക്കാർ ഒപ്പിട്ട കരാറിൽ ഈ ടീകോം പിൻവാങ്ങുന്നു എന്നോ ടീകോമിന് മുന്നോട്ട് പോകുന്നില്ല എന്നോ അതിൽ പറയുന്നൊരു വ്യവസ്ഥയുണ്ട് ഹഷ്മി. നോട്ടീസ് കൊടുത്ത് 6 മാസം സമയം കൊടുക്കണം അവർക്ക്. നിങ്ങൾ മര്യാദയ്ക്ക് പണി ചെയ്യുന്നില്ല, നിങ്ങൾ ഇത്രയും തൊഴിലുണ്ടാക്കിയില്ല, നിങ്ങൾ ഇത്ര കെട്ടിടം പണിതില്ല, 6 മാസം നോട്ടീസ് കൊടുത്തിട്ട് 6 മാസം കിട്ടിയില്ലെങ്കിൽ താങ്കൾ തൽക്കാലം സ്ഥലമിടുക, കാശ് ഞങ്ങൾ ചിലവാക്കിയ പൈസ ഇതാ എന്ന് പറയുന്നതിന് പകരം ഇവിടെ വീണ്ടും കേരളത്തെ വിൽക്കുകയാണ്. ഇതൊരു വലിയ വിൽപ്പനയാണ്. ഇതിൽ എത്ര കമ്മീഷൻ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കരാറ് നിലനിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു മന്ത്രിസഭാ തീരുമാനം വരുന്നെങ്ങനെയാണ്? ഇത് ജനങ്ങളെ അറിയണ്ടേ? നേരത്തെ ചോദിച്ച പോലെ നിയമസഭ അറിയണ്ടേ? കേരളത്തിലെ ആളുകൾ അറിയണ്ടേ? ഈ സ്മാർട്ട് സിറ്റി എന്ന് പറയുന്നത് ഇവരുടെ ആരുടെ വീട്ടിൽ നിന്ന് കൊണ്ടൊന്നും കൊടുത്തൊന്നുമല്ലല്ലോ. ഈ ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുടെ ഭൂമി ഒഴിപ്പിച്ച് കൊടുത്ത് ഉണ്ടാക്കിയ ഉറപ്പായും അത്രത്തോളം പ്രതീക്ഷയോടെ കേരളം കാത്തിരിക്കുന്ന ഒരു സംഗതിയാണ്. അത് ഈ പറയുന്ന രീതിയിൽ മന്ത്രിസഭാ കുറിപ്പിന്റെ ഇപ്പം മന്ത്രിസഭാ സമ്മേളനം ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രി ചോദിക്കായിരുന്നു എന്താ CMA ഈ അവസ്ഥ എന്തുകൊണ്ടാണെന്ന് ചോദിക്കാമായിരുന്നു. അതെന്തായാലും ഇല്ല. അതിൻ്റെ 6-ാമതോ 7-ാമതോ അവസാന പാരഗ്രാഫിൽ മാത്രം കേരളം അറിയേണ്ട ഒന്നല്ല എന്നതായി തർക്കപ്പെടും. ഞാൻ അങ്ങനെയൊക്കെ താമസിക്കുക. ശ്രീജിത്ത് പണിക്കർ, ഇവിടെ ഓൺ എ ഫൈൻ ഡേ ഈ പറഞ്ഞ ടീകോം എന്ന് പറഞ്ഞാൽ ഗുരുതരമായ കൃത്യവിലോപം നടത്തിയ ഈ കരാർ പ്രകാരം ഒന്നും ചെയ്യാത്ത ടീകോമിനെ അങ്ങോട്ടേക്ക് പണം കൊടുത്ത് ഇറങ്ങിപ്പോയി പെട്ടെന്ന് 246 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതിൽ രാഷ്ട്രീയ അഴിമതിക്കുള്ള വിളനിലമാണെന്ന് പ്രതിപക്ഷം പറയുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ശ്രീജിത്ത് പണിക്കർ, ഇവിടെ ഈ കരാർ അങ്ങ് വായിച്ചിട്ടുണ്ടാകണം. വളരെ വ്യക്തമായി, വളരെ ഭംഗിയായി സർക്കാരിൻ്റെ ഭാഗത്താണ് കുറ്റമെങ്കിൽ എന്ത് ചെയ്യാം, ടീകോമിൻ്റെ ഭാഗത്താണ് കുറ്റമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വളരെ ഭംഗിയായി അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഒരു സംശയത്തിന് അടിസ്ഥാനമില്ലാത്തവണ്ണം എഴുതി വെച്ചിട്ടുണ്ട്. ടീകോമിൻ്റെ ഭാഗത്താണ് കുറ്റമെങ്കിൽ ഇവിടെ പറയുന്നു റിക്കവറി ഓഫ് ഓൾ ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് കോസ്റ്റ് ആൻഡ് എക്സ്പെൻസസ് ഇൻഗോഡ് ഫ്രം ഗവൺമെന്റ് ഓഫ് കേരള ആ സർട്ടിഫിക്കറ്റ് ബൈ ഇൻഡിപെൻഡന്റ് ഫേം ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ജോയിൻലി അപ്പോയിന്റഡ് ബൈ ദ പാർട്ടീസ് 722 പിന്നെയും കുറച്ചുകൂടി വിശദമായി പറയുന്നു 6 മാസം നോട്ടീസ് നൽകണമെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന സംഗതിയിൽ ഒന്നും ചെയ്യാതെ സ്ഥലം വിട്ടു പോകുന്നവർക്ക് അങ്ങോട്ടേക്ക് പണം കൊടുത്ത് സന്തോഷിപ്പിച്ച് വിടാം എന്ന് സർക്കാർ ആലോചിക്കുന്നത് എന്തിനാണ് ശ്രീജിത്ത്? ശ്രീ ഹാഷ്മി, ഇതിൽ ഈ കരാറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ അവിടെ നടപ്പാക്കിയില്ല എന്ന് മാത്രമല്ല, കരാറിൽ പറഞ്ഞിട്ടില്ലാത്ത പല കാര്യങ്ങളും അവിടെ നടപ്പാക്കിയിട്ടുണ്ട്
എന്നുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനങ്ങളൊക്കെ തന്നെ നമ്മൾ അറിയുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങൾ നോക്കൂ. അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ ഒരു പ്രോജക്റ്റിൽ നിന്ന് ഈ 2 കമ്പനികളും എക്സിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ കോമ്പൻസേഷൻ നൽകിയിട്ടുള്ള ഉഭയസമ്മതത്തോടു കൂടിയിട്ടാണ് ഇത് പോകുന്നത് എന്നാണ് അത് വായിച്ചാൽ മനസ്സിലാകുന്നത്. ഞാൻ പറയുന്നത് അത് ഈ കോൺട്രാക്റ്റിൽ എവിടെ എഴുതിയിരിക്കുന്നത്? നമ്മൾ ഉഭയസമ്മതത്തോടു കൂടി ഈ കരാറിൽ നിന്ന് പിന്മാറുന്നു, അതിലൊരു പാർട്ടി മറ്റൊരു പാർട്ടിക്ക് കോമ്പൻസേഷൻ കൊടുക്കുന്നുവെന്ന് ഈ കരാറിന്റെ ഏത് ഭാഗത്ത് ഏത് ക്ലോസിലാണ് എഴുതിയിരിക്കുന്നത്? അങ്ങനെ ഒരു ധാരണ ഇതിലില്ല. 1. 2, ഒരു എക്സിറ്റ് പ്ലാൻ തയ്യാറാക്കുന്ന സമയത്ത് പരസ്പരം ചർച്ച ചെയ്തിട്ട് ആ രീതിയിലത്തേക്കുള്ള ഒരു എക്സിറ്റ് പ്ലാൻ തയ്യാറാക്കുക എന്നുള്ള ഒരു സംവിധാനവും ഈ കോൺട്രാക്റ്റിൽ എങ്ങും തന്നെ പറയുന്നില്ല. വളരെ കൃത്യമായിട്ട് ആർക്കാണോ വീഴ്ച പറ്റുന്നത് അതിന് മറ്റേ കക്ഷി, അപ്പുറത്ത് നിൽക്കുന്ന കക്ഷി ആരാണ്, അവർക്ക് വലിയ രീതിയിലത്തേക്കുള്ള മേൽക്കൈ നൽകുന്ന രീതിയിലത്തേക്കാണ് ഇതിന്റെ കണ്ടീഷൻസ് എല്ലാം തന്നെ ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ടും ഈ രീതിയിലത്തേക്ക് ഒരു തീരുമാനമെടുക്കുന്നതിന്റെ കാരണം എന്താണ്? 3, നഷ്ടപരിഹാരം നൽകുമെന്ന് പറയുന്നത് ഏത് വകുപ്പിലാണ്? എന്ത് കാര്യത്തിലാണ് ഇവിടെ നഷ്ടപരിഹാരം നൽകുക? നഷ്ടപരിഹാരം നൽകണമെന്നുണ്ടെങ്കിൽ അല്പം മുമ്പ് പറഞ്ഞതുപോലെ സർക്കാരിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടാകണം. അപ്പൊ സർക്കാരിന്റെ ഭാഗത്ത് വീഴ്ച ഏത് തരത്തിലാണ്? 2 തരത്തിലുണ്ടാകാം എന്ന് ഈ കോൺട്രാക്റ്റിൽ തന്നെ പറയുന്നുണ്ട്. അതിലൊന്ന് ക്ലോസിംഗ് ഡിഫോൾട്ട് ആണ്, രണ്ടാമത്തേത് ലാൻഡ് ഡിഫോൾട്ട് ആണ്. അപ്പൊ ഈ കരാർ പ്രകാരം സർക്കാർ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. സ്ഥലം ഏറ്റെടുത്ത് നൽകുന്നത് ഉൾപ്പെടെയുള്ള, ഈ അനുബന്ധ സൗകര്യങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ അപ്രൂവലും നൽകുന്നത് ഉൾപ്പെടെയുള്ള ഇത്ര മാസത്തിന്റെ കാലയളവിലെല്ലാം തന്നെ സർക്കാർ എന്തൊക്കെ കാര്യങ്ങളാണ്, ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളെ പറ്റി എല്ലാം തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇൻക്ലൂഡിങ് വെള്ളം, വൈദ്യുതി തുടങ്ങിയ കാര്യങ്ങളെല്ലാം ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ഒരു ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തത്തിലൊക്കെ തന്നെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച വന്നിട്ട് അതൊരു ഡിഫോൾട്ടായി പോവുകയാണ് എങ്കിൽ അതെല്ലാം തന്നെ ക്ലോസിംഗ് ഡിഫോൾട്ടിന്റെ ഭാഗമായിട്ട് വരും. ഇനി 246 ഏക്കർ ഭൂമിയുണ്ട്. ആ ഭൂമി കൃത്യസമയത്തിനുള്ളിൽ സമയബന്ധിതമായി ഏറ്റെടുത്ത് ഇവർക്ക് നൽകുന്നില്ല എങ്കിൽ അത് ലാൻഡ് ഡിഫോൾട്ടാണ്. അപ്പൊ ഇങ്ങനെ 2 കാര്യങ്ങളിൽ മാത്രമേ ഇതിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുള്ളൂ. അങ്ങനെയുള്ള ഒരു വീഴ്ച സർക്കാരിന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഉണ്ടായതായിട്ട് ഏതെങ്കിലും ഒരു മന്ത്രിയോ സർക്കാരോ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. നമുക്ക് പ്രത്യക്ഷത്തിൽ അങ്ങനെയുള്ള ഒരു അറിവുമില്ല എന്നുള്ളത് ഒരു കാര്യം. 2, സർക്കാരിന്റെ ഭാഗത്ത് അഥവാ വീഴ്ച ഉണ്ടായാൽ എന്താ ചെയ്യുക? 3-4 ഓപ്ഷൻസ് ആണുള്ളത്. ആർക്കാ കിട്ടുക? ടീകോമിനാണ് ഓപ്ഷൻസ്. 1, ഈ കരാർ അവർക്ക് റദ്ദ് ചെയ്യാം. 2, അവരുടെ ഓഹരി കൂടി വാങ്ങാനായിട്ട് അവർക്ക് സർക്കാരിനോട് ആവശ്യപ്പെടാം. എത്ര പണമാണ്? അവർ 84% ആണ്. അത് അവരിട്ടിരിക്കുമ്പോൾ അത് വാങ്ങാനായിട്ട് അവർക്ക് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടാം. ഇനി 3, ഒരു സ്വതന്ത്ര ഇവാലുവേറ്ററെ വെച്ച് അവർക്ക് അനുകൂലമായ രീതിയിലത്തേക്ക് സർക്കാരിന്റെ ഓഹരികൾ വാങ്ങിയെടുക്കാം. അപ്പൊ സർക്കാരിനാണ് നഷ്ടം. ഇനി ഈ പറഞ്ഞിരിക്കുന്ന പോലെ അവരുടെ എല്ലാ കോസ്റ്റുകളും സർക്കാരിൽ നിന്ന് റിക്കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് നടപടിയെടുക്കാം. ഇതിനെ 3 ക്ലോസ് ആക്കിയിട്ടാണ് ഈ 4 പോയിന്റിനെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിൽ തന്നെ ഏതെങ്കിലും ഒന്ന് സ്വീകരിക്കാം, അല്ലെങ്കിൽ ഒന്നിലധികം നടപടികൾ എടുക്കാം. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ എല്ലാം ഒരു കോമ്പിനേഷൻ പോലും എടുക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരം ടീകോമിനുണ്ടാകും. അതേപോലെ തന്നെ വീഴ്ച വന്നിരിക്കുന്നത് ടീകോമിന്റെ ഭാഗത്താണെങ്കിൽ സർക്കാരിനും ഇതേപോലെ തന്നെയുള്ള ക്ലോസുകൾ അവിടെയുണ്ട്. ഇതേപോലെയുള്ള കാര്യങ്ങൾ ഒരു നടപടിയോ ഒന്നിലധികം നടപടികളോ എടുക്കാനുള്ള എംപവേർഡ് ആയിട്ടുള്ള ഒരു ബോഡിയാണ് ആ ഭാഗത്ത് വരുന്ന ഈ കോൺട്രാക്റ്റിലെ ഒരു പാർട്ണറായിട്ടുള്ള സർക്കാർ. അപ്പൊ അങ്ങനെ കൃത്യമായിട്ടുള്ള വ്യവസ്ഥകൾ ഉണ്ടായിരിക്കുമ്പോൾ എന്തിന്റെ പേരിലാണ് ഇതിൽ പിന്മാറുന്ന സമയത്ത് സർക്കാർ കോമ്പൻസേഷൻ നൽകുക എന്ന നിലയിലേക്ക് എത്തുക? ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട വീഴ്ച നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? ഈ പദ്ധതി ആരംഭിച്ചു 2007. അതിനുശേഷം 10 വർഷം പൂർത്തീകരിക്കുന്നു. 88 ലക്ഷം സ്ക്വയർ ഫീറ്റ് ബിൽട്ടപ്പ് സ്പേസ് മൊത്തത്തിലും, അതിൽ തന്നെ 62 ലക്ഷം ഐ ടി അനുബന്ധ സേവനങ്ങൾക്ക് വേണ്ടിയിട്ടുമെന്നാണ് കരാറിൽ പറയുന്നത്. ഒപ്പം 10 വർഷം പൂർത്തിയാകുമ്പോഴേക്ക് 90,000 തൊഴിലവസരങ്ങളും. നിലവിലത്തെ അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി അവിടെ എന്താണ്? ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? ടീകോമിനാണ്. അപ്പോൾ അതിൽ ഈ 88 ലക്ഷം സ്ക്വയർ ഫീറ്റ് ബിൽട്ടപ്പ് സ്പേസ് അവിടെ ഉണ്ടാകണമെന്ന് പറയുന്നിടത്ത് കേവലം 6 ലക്ഷം മാത്രമാണുള്ളത്. അപ്പൊ അതിന്റെ എത്ര ശതമാനമാണെന്ന് ആലോചിച്ച് നോക്കൂ. 10% പോലും അവിടെ പൂർത്തീകരിച്ചിട്ടില്ല 10 വർഷം. ഇൻഫോ പാർക്കിൽ 10,000 പേർക്ക് ജോലിയായി. ഇവിടെ 1 ലക്ഷം പേർക്ക് ജോലി എന്ന് പറഞ്ഞിട്ട് 8,000 പേർക്ക് പോലും ആയിട്ടില്ലെന്നാണ് പറയുന്നത് പരമാവധി. അതെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ വന്നിരിക്കുമ്പോൾ അതിൽ വീഴ്ച വന്നിരിക്കുന്നത് എല്ലാ അനുബന്ധ സൗകര്യങ്ങളും വേണ്ടുന്ന അപ്രൂവലുകളും വെള്ളവും കറണ്ടും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നൽകുകയും സ്ഥലം ഏറ്റെടുത്ത് നൽകുകയും ചെയ്തു കഴിഞ്ഞിരുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളെ പറ്റി ഇതിൽ പറയുന്നുണ്ട്. വളരെ കൃത്യമായിട്ട് അക്കമിട്ടതിൽ പറയുന്നുണ്ട്. അതിൽ ഏതെങ്കിലും രീതിയിൽ ഈ പറയുന്ന കാര്യം ഇപ്പോൾ 10 വർഷമാണെങ്കിൽ അത് 2017 പൂർത്തിയാകുന്നു. ആ പറയുന്ന ടൈമിൽ ഈ 90,000 തൊഴിലവസരങ്ങൾ ഇവിടെ ഉണ്ടായിട്ടില്ല എങ്കിൽ, 88 ലക്ഷം സ്ക്വയർ ഫീറ്റ് സ്ഥലം അവിടെ പൂർത്തിയായിട്ടില്ല എങ്കിൽ, IT വേണ്ടിയിട്ട് 62 ലക്ഷം സ്ക്വയർ ഫീറ്റ് സ്ഥലം അവിടെ പൂർത്തിയായിട്ടില്ല എങ്കിൽ, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിലൊരു 3 മാസത്തെ കാലയളവിന്റെ താമസമുണ്ട് എങ്കിൽ സർക്കാരിന് നോട്ടീസ് കൊടുക്കാം.
ആ നോട്ടീസ് കൊടുത്തതിന് ശേഷം പിന്നീട് ഒരു 6 മാസം കഴിഞ്ഞതിന് ശേഷവും തൽസ്ഥിതി തുടരുകയോ അതിൽ കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ടാക്കാനായിട്ട് ടീകോം ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഏകപക്ഷീയമായിട്ടുള്ള നടപടികളുമായിട്ട് സർക്കാരിന് മുന്നോട്ട് പോകാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും സർക്കാരിന് ഇതിൽ പറയുന്നുണ്ട്. സർക്കാർ ഇത് ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നില്ല. അപ്പൊ അതേപോലെ തന്നെ എല്ലാ കണ്ടീഷനുമായി ബന്ധപ്പെട്ട് ഡീഫോൾട്ട് വരുത്തുന്ന ആരാണോ അവർക്ക് ഓപ്പോസിറ്റുള്ള പാർട്ടിക്ക് സർവാധികാരങ്ങളും നൽകുന്ന രീതിയിലത്തേക്കുള്ള ഒരു കരാർ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് സർക്കാരിന് എന്തെങ്കിലും വീഴ്ച പറ്റിയാൽ മാത്രം നൽകേണ്ടുന്ന രീതിയിലത്തേക്കുള്ള ഒരു തുക ഇൻഡിപെൻഡന്റ് ഇവാലുവേറ്റർമാരെ വെച്ചുകൊണ്ട് ഏകപക്ഷീയമായിട്ട് സർക്കാർ തീരുമാനിച്ച് എക്സിറ്റ് പ്ലാൻ ജോയിന്റ് ആയിട്ട് തീരുമാനിച്ചിട്ട് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായി എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എങ്കിൽ ആ വീഴ്ച എന്താണ്? ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണ്? IT സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട IT കോറിഡോർ ഇവിടെ ഉണ്ടാക്കും, ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെയാണ്, ഏറ്റവും വലിയ എക്സ്പോർട്ട് ഇവിടെയാണ് നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒരു ഭാഗത്ത് പറഞ്ഞു വരുമ്പോൾ നമ്മുടെ കണ്ണിന് കാണാൻ കഴിയാത്ത രീതിയിലത്തേക്കുള്ള എന്ത് വീഴ്ചയാണ് സർക്കാർ വരുത്തിയിരിക്കുന്നത്? അതല്ല എങ്കിൽ ഈ പറയുന്നത് പോലെ സർക്കാരിന്റെ പണം അതിനെ എടുത്തുകൊണ്ട് താല്പര്യമുള്ള കുറേ ആൾക്കാർക്ക് അവർക്ക് യാതൊരു വിധത്തിലുള്ള നഷ്ടവും ഉണ്ടാകാത്ത രീതിയിൽ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ കരാറിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്തിട്ട് അവരെ രക്ഷപ്പെടുത്തി ഇവിടെ നിന്ന് വിടുകയും ഈ 246 ഏക്കർ കൈവശപ്പെടുത്തിയതിനു ശേഷം അത് താല്പര്യമുള്ള മറ്റു കാര്യങ്ങൾക്ക് വിനിയോഗിക്കുകയും ചെയ്യാനായിട്ട് സർക്കാർ ശ്രമിച്ചു എന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന് ബലം വരുന്നത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. അതല്ല എങ്കിൽ ഇതിൽ കൃത്യമായിട്ട് പറയണം ഇന്ന ക്ലോസസ് എവിടെയുണ്ട്, ആ ക്ലോസ് അനുസരിച്ചിട്ടാണ് എന്ന്. ഇപ്പൊ നമുക്കറിയാമല്ലോ 16% സ്റ്റേക്ക് കേരളത്തിനുള്ളപ്പോൾ കേരളം പല കാര്യങ്ങളിലും എംപവേർഡ് ആണ് എന്ന് ഇതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു 7 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഈ 6 മാസം കഴിഞ്ഞ് എക്സിക്യൂട്ട് ചെയ്യേണ്ടുന്ന ആക്ഷൻസ് എല്ലാം തന്നെ എടുക്കാതെ നമ്മുടെ ഭാഗത്താണ് തെറ്റ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലേക്കുള്ള നടപടികൾ തീരുമാനം സർക്കാർ തെറ്റില്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങോട്ടേക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരിക എന്ന കാര്യം സർക്കാർ വിശദീകരിക്കണം. മന്ത്രി പി രാജീവ് സംസാരിക്കുന്നുണ്ട്. ഏതോ 100 കമ്പനികൾ വെയിറ്റിംഗ് ആണ് ഭൂമിക്ക് വേണ്ടി എന്നാണ് പറയുന്നത്. 100 കമ്പനികൾ അവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ 100,000 മനുഷ്യന്മാർ പഠിച്ചിറങ്ങി ജോലിയില്ലാതെ നിൽക്കുകയാണ്. അപ്പോൾ ആ 100 കമ്പനികൾക്ക് ഭൂമി കൊടുത്ത കമ്പനി കൊണ്ടുവന്ന് അവർക്ക് ജോലി മേടിച്ചു കൊടുക്കാൻ ഈ സർക്കാർ എന്ത് ചെയ്തു എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ശ്രീ BN അസ്കർ, ഇവിടെ ഈ പറയുന്ന PRDയുടെ ഈ വാർത്താക്കുറിപ്പ്, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഇല്ലല്ലോ, വാർത്താക്കുറിപ്പിൽ സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ചീഫ് സെക്രട്ടറി അധ്യക്ഷയായ സമിതിയുടെ ശുപാർശ അംഗീകരിച്ചു. എന്താണ് ശുപാർശ എന്ന് നിങ്ങൾക്ക് അറിയോ? ആർക്കെങ്കിലും അറിയോ? അറിയില്ല. ടീക്കോവുമായി ചർച്ചകൾ നടത്തി പരസ്പര ധാരണയോടെ പിന്മാറ്റ നയം രൂപകൽപ്പനയും. എന്താണ് ഈ പിന്മാറ്റ നയം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന കാര്യം അറിയോ? ആർക്കും അറിയില്ല. ടീകോമിന് നൽകണ നഷ്ടപരിഹാരത്തുക കണക്കാക്കുന്നത് ഇൻഡിപെൻഡന്റ് ഇവാലുവേറ്ററെ നിയോഗിക്കും. ഈ കരാർ പ്രകാരം ടീകോമാണ് കുറ്റക്കാരെങ്കിൽ ടീകോമിൽ നിന്നും ഉള്ള പൈസ മൊത്തം ഈടാക്കി അവരെ പറഞ്ഞു വിടാനുള്ള വകുപ്പുണ്ടെന്നിരിക്കെ എന്തിനാണ് ടീകോമിന് അങ്ങോട്ടേക്ക് നഷ്ടപരിഹാരം കൊടുക്കുക എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ടല്ലോ. ഈ അവ്യക്തത എന്തിനാണ്? ഈ ഒളിച്ചുവെക്കൽ എന്തിനാണ്? എന്താണ് ഈ സർക്കാരിൻ്റെ കള്ളക്കളി ഈ വിഷയത്തിൽ? ശ്രീ ഹസ്കർ. ഹഷ്മി, കേരളത്തിൻ്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറകു വിരിച്ച ഒരു പദ്ധതിയായിരുന്നു സ്മാർട്ട് സിറ്റി. സ്വാഭാവികമായും ആ പദ്ധതി ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ 2007 കരാറുണ്ടാക്കുന്ന ഘട്ടത്തിൽ തന്നെ അതിൽ റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ശക്തമായി തുടർന്നു വന്നിട്ടുള്ള VS ഗവൺമെന്റ് എടുത്തിട്ടുള്ള നിലപാട് 2011 വളരെ ശക്തമായി എടുത്തിട്ടുള്ള നിലപാടുകൾ നമുക്കറിയാവുന്നതാണ്. ഈ ടീകോമിന്റെ പാരന്റ് കമ്പനിയായിട്ടുള്ള ദുബായ് ഹോർഡിങ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ മാത്രം താല്പര്യമുള്ളവരും റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ഒരു പ്രബലമായിട്ടുള്ള കമ്പനിയായിരുന്നു. സ്വാഭാവികമായും ആ താല്പര്യങ്ങൾ മുൻനിർത്തി കൊച്ചിയിൽ അവർ കേരള സർക്കാരുമായി കരാറിൽ ഏർപ്പെട്ടപ്പോൾ ആ കരാറിലെ വ്യവസ്ഥകൾ സംസ്ഥാന സർക്കാരിന് ദോഷകരമാണെന്നിരിക്കെ 2011 VSന്റെ ഗവൺമെന്റ് വളരെ ശക്തമായി ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങ് ഇപ്പോൾ പറയുന്ന 7221 ക്ലോസ് എന്ന് പറയുന്നത് ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. കേരളത്തിന് വരുന്ന നഷ്ടപരിഹാരം നൽകുന്നതിനാവശ്യമായിട്ടുള്ള വ്യവസ്ഥ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കരാർ ചെയ്തിട്ടുള്ളത്. കരാറിൽ നിരവധി ഭേദഗതികൾ വരുത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ കരാറിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അത്തരത്തിലാണ്. 10 കൊല്ലം കൊണ്ട് പൂർത്തീകരിക്കേണ്ട പദ്ധതി 88,000 ചതുരശ്ര സ്ക്വയർ മീറ്റർ കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും അതിന്റെ 70% IT മേഖലയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കണം എന്ന കർശന വ്യവസ്ഥ വെച്ചത് VS സർക്കാരിന്റെ കാലത്താണ്. അതിനുശേഷം വന്നിട്ടുള്ള പുരോഗതിയെ സംബന്ധിച്ച് പിന്നീട് വന്നിട്ടുള്ള സംസ്ഥാന സർക്കാരുകൾക്ക് പാളിച്ച വന്നിട്ടുണ്ട്. ഓരോ വർഷവും ഇത്ര ശതമാനത്തോളം കെട്ടിടങ്ങൾ നിർമ്മിക്കണമെന്ന കരാറിൽ വ്യവസ്ഥയുണ്ടായിരുന്നു. ഒരുപക്ഷെ അതിനുശേഷം വന്നിട്ടുള്ള സംസ്ഥാന സർക്കാരുകൾക്ക് അക്കാര്യത്തിൽ വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെ തുറന്നു സമ്മതിക്കേണ്ടി വരും. പദ്ധതിയുടെ ആദ്യ നീക്കം എന്തായിരുന്നു? ഉമ്മൻചാണ്ടി സാഹിബ് താങ്കൾ പറഞ്ഞ അതിനുശേഷം വന്ന സർക്കാർ 2016 ഫെബ്രുവരി 19 6.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് ലൈറ്റ് ടവർ നിർമ്മിച്ചു. അത് ഇടതുപക്ഷം ബഹിഷ്കരിച്ചിരുന്നു. അങ്ങനെ അറിയുമോ അത് ശ്രീ BN അസ്കർ? അല്ല, നിശ്ചയം അത് ഓർക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ഓർമ്മയുള്ള കാര്യമാണല്ലോ.
അതിൽ ആ പദ്ധതിയെ ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പൂർണ്ണ രൂപത്തിൽ പണി കഴിക്കുന്നതിന് മുമ്പ് 2016 ഉദ്ഘാടനം ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് ബഹിഷ്കരണമൊക്കെ വന്നിട്ടുള്ളത്. പക്ഷേ അതിനെ തുടർന്ന് നടന്നിട്ടുള്ള പ്രവൃത്തികൾ ഇപ്പോൾ ടീകോമിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലും നിർമ്മാണ പ്രവൃത്തികളായി മുന്നോട്ട് പോകുന്നില്ല. 246 ഏക്കർ സ്ഥലം അത് ഉപയോഗിക്കേണ്ട വിധത്തിൽ ഉപയോഗിക്കാതെ ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നുള്ളത് സംസ്ഥാന സർക്കാരിന് ബോധ്യം വന്നതിന്റെ അടിസ്ഥാനത്തിൽ ടീകോം നൽകിയിട്ടുള്ള ഒരു കത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു ചർച്ച, ഒരു വിദഗ്ധ സമിതിയെ ചീഫ് സെക്രട്ടറി അധ്യക്ഷയായിട്ടുള്ള ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കുകയും ആ വിദഗ്ധ സമിതിയുടെ നിർദ്ദേശപ്രകാരം ആണ് ഇപ്പോ ആ പദ്ധതി. നമ്മുടെ ചോദ്യം അതല്ല ഹസ്കർ, നമ്മുടെ ചോദ്യം അതല്ല. ഇപ്പൊ നമ്മുടെ ചോദ്യം, നമ്മുടെ യുവാക്കൾക്ക് വലിയ പ്രതീക്ഷാ ഗോപുരമായി കൊണ്ടുവന്നൊരു പദ്ധതി അവർ നമ്മളെ വഞ്ചിച്ചു, അവരൊരു പണിയും എടുക്കാതെ, അല്ലെങ്കിൽ അവർ IT കമ്പനിയല്ല, ഇനി അവർ വല്ല റിയൽ എസ്റ്റേറ്റ് കമ്പനിയോ എന്തെങ്കിലുമൊക്കെ ലക്ഷ്യത്തോടെ വന്നത് നടപ്പാക്കാതെ അവർ ഉഴപ്പിക്കളിച്ചു. അവരെ പുറംകാലടിച്ച് പുറത്താക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഉറപ്പായുമുണ്ട്. അങ്ങനെ ചെയ്യുകയും വേണം. എന്നിട്ട് അടുത്ത കൊള്ളാന്ന് ആരെങ്കിലും ആ ഭൂമി ഏൽപ്പിക്കുക. ഇപ്പോൾ 100 കണക്കിന് കമ്പനികൾ ക്യൂതിക്കാമെന്ന് മന്ത്രി പി രാജുവിന് പറയാണല്ലോ. അങ്ങനെ പുറംകാലിനടിച്ച് പുറത്താക്കുന്ന കൂട്ടത്തിൽ ഒരു കിഴി പണം ഇന്നാ നിങ്ങൾ കൊണ്ടുപോക്കോ എന്ന് കൊടുക്കുന്നത് ആരുടെ താല്പര്യമാണ്? ശ്രീ BN ഹസ്കർ, ഇവിടെ വലിയ സാമ്പത്തിക മാന്ദ്യ കാലത്ത് നമ്മുടെയൊക്കെ കയ്യിൽ നിന്ന് പിരിക്കുന്ന പണമാണല്ലോ അങ്ങോട്ടേ കൊടുക്കാനുള്ള നഷ്ടപരിഹാരം എന്ന് പറഞ്ഞിട്ട്. അതെന്തിനാണെന്നേ? സാക്ഷാൽ VS തന്നെ എഴുതി വെച്ചിരിക്കുന്ന കരാറിൽ വളരെ ഭംഗിയായി ടീകോമാണ് ഇങ്ങോട്ടേക്ക് പണം തരേണ്ടത്, അവരുടെ കുറ്റമാണെങ്കിൽ എന്ന് വളരെ വ്യക്തമായി നിൽക്കെ എന്തിനാണ് അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള? ഇപ്പം മന്ത്രിസഭാ യോഗ തീരുമാനം എഴുതി വെച്ചിരിക്കുന്നത് കൃത്യമായി തീരുമാനിച്ചിട്ടാണേ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാനാണ് എന്ന കാര്യം. ഹാഷ്മി, ഏതൊരു കരാറിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി അതിലൊരു ആർബിട്രേഷൻ ആൻഡ് കോൺസിലേഷൻ വ്യവസ്ഥകൾ ഉണ്ടാവും. സ്വാഭാവികമായിട്ട് ഏതെങ്കിലും തരത്തിൽ കരാറിലെ രണ്ട് കക്ഷികൾ തമ്മിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായാൽ ഒരു ആർബിട്രേറ്റർ നിശ്ചയിക്കണമെന്നും ആ ആർബിട്രേറ്ററുടെ നിശ്ചയം രണ്ടു കൂട്ടരും കൂടി ആലോചിച്ചുറപ്പിച്ചെടുക്കുന്ന ആർബിട്രേറ്റർ നിശ്ചയിക്കും. ഞാൻ ചോദിക്കുന്നതല്ല ഹസ്കർ, ഇവിടെ സർക്കാർ തന്നെ പറയുന്നുണ്ട് ടീകോം ഇങ്ങോട്ട് ഒന്ന് പറയാണ്, ഞങ്ങൾ പോവാണ് എന്ന് പറയാണ്. ഇത്രയും വർഷങ്ങളിൽ ഒരു ചുക്കും ചെയ്യാതെ, ഒന്നും ചെയ്യാതെ, എന്നാ ഈ പറയുന്ന 8 വർഷങ്ങളിൽ സർക്കാർ വല്ല മോണിറ്റർ നടത്തിയോ? ഒന്നും നടത്തിയിട്ടില്ല. വല്ല നോട്ടീസ് കൊടുത്തോ? ഒരു നോട്ടീസ് കൊടുത്തിട്ട് ഇതുവരെ നോട്ടീസ് കൊടുത്തെങ്കിൽ സർക്കാർ പറയട്ടെ. സർക്കാരിന്റെ വീഴ്ച ഓക്കെ, സർക്കാരിന്റെ വീഴ്ചയൊക്കെ അവിടെ നിൽക്കട്ടെ. ടീകോം അവരേറ്റെടുത്ത് ഒരു പണിയും ചെയ്യാത്ത കാരണം അവർ ഞങ്ങൾ ഇട്ടിട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് ഈ നഷ്ടപരിഹാരം കൊണ്ടുപോ എന്ന് സർക്കാർ പറയുന്നത് എന്തിനാ? കരാറിൽ അങ്ങനെ വേണ്ട എന്ന് കൃത്യമായി എഴുതി വെക്കുമ്പോൾ. അല്ല ഹഷ്മി, ഇതിനകത്ത് ഒരു ഇന്റർനാഷണൽ കരാറുകളെ സംബന്ധിച്ച് കോൺട്രാക്ടുകളിലേക്ക് ആ കോൺട്രാക്ടിന്റെ വ്യവസ്ഥകൾക്ക് അടിസ്ഥാനമായി മാത്രമേ നമുക്കൊരു തീരുമാനത്തിൽ എത്താൻ പറ്റൂ. അല്ല സാർ, കരാർ കൃത്യമുണ്ട്. വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് എന്തെങ്കിലും അല്ല കരാർ താങ്കൾ ഈ പറയുന്ന ആംബിഗ്വിറ്റി ഉണ്ടാക്കാൻ, കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ട ഒരു കാര്യവും ഇല്ല. ഞാൻ അങ്ങനെ അയച്ചുതരാം, ആ കരാർ ഞാൻ അയച്ചുതരാം. അതിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ് ഈ പറയുന്ന വൈദ്യുതി അടക്കമുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടാകുന്നുണ്ടെങ്കിൽ സർക്കാർ എന്ത് ചെയ്യണം എന്ന് കൃത്യമായി പറയുന്നു. മറിച്ച് ടീകോമിന്റെ ഭാഗം കൊണ്ടാണ് കുറ്റമെങ്കിൽ ടീകോം ഏത് രീതിയിൽ ടീകോമിൽ നിന്ന് പണം ഈടാക്കാം, ഇൻക്വയറി ചെയ്തെടുക്കാം എന്ന് വളരെ കൃത്യമായി, വളരെ ഭംഗിയായി, ഏതെങ്കിലും തരത്തിൽ വ്യാഖ്യാനങ്ങൾക്ക് അടിസ്ഥാനമില്ലാത്തവണ്ണം സാക്ഷാൽ VS എഴുതി വെച്ച കരാറാണ്. അങ്ങനെ നിൽക്കവേ ഈ നഷ്ടപരിഹാരം അവർക്ക് കൊടുക്കാനുള്ള തീരുമാനം ആരുടെ താല്പര്യമാണ്? എന്തിനാണത് ഹസ്കർ? അങ്ങനെയല്ല, നഷ്ടപരിഹാരത്തെ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് ആർക്ക് നഷ്ടപരിഹാരം നൽകും? നിങ്ങൾക്ക് ലഭിച്ച മന്ത്രിസഭാ തീരുമാനത്തിലോ മന്ത്രിസഭ എടുത്തിട്ടുള്ള തീരുമാനത്തിലോ ഒരിടത്തു പോലും ഈ ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കാമെന്നൊരു തീരുമാനം എടുത്തിട്ടില്ല. ഇതിൽ നഷ്ടപരിഹാരം ആർക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോ ഒരു ആർബിട്രേറ്റർ അപ്പോയിന്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. സ്മാർട്ട് സിറ്റി ശുപാർശ അംഗീകരിച്ചു, അങ്ങനെ പറഞ്ഞ പോലെ അങ്ങനല്ല. മന്ത്രിസഭാ യോഗ തീരുമാനം കൃത്യമാണ്. സ്മാർട്ട് സിറ്റി കൊച്ചി പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ടീകോമുമായി ചർച്ചകൾ നടത്തി പരസ്പര ധാരണയോടെ പിന്മാറ്റുന്നതിന് രൂപകൽപ്പന ചെയ്യും. ടീകോമിന് നൽകേണ്ട നഷ്ടപരിഹാര തുക കണക്കാക്കുന്നതിന് ഇൻഡിപെൻഡന്റ് ഇവാലുവേറ്ററെ നിയോഗിക്കും. അതല്ലാതെ നഷ്ടമുണ്ടായവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനെന്നല്ല. സർക്കാരിന് അക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി കുറവില്ല. ടീകോമിന് നഷ്ടപരിഹാരം കൊടുത്തേ വിടുകയുള്ളൂ എന്ന കാര്യത്തിൽ സർക്കാരിന് ഒരു ക്ലാരിറ്റി കുറവില്ല. എന്തിനാണത്? ചോദ്യം അതാണ്. അതല്ലേ, ഒരു കരാറിനെ സംബന്ധിച്ചിടത്തോളം രണ്ടു പാർട്ടികൾ ഏർപ്പെട്ടിരിക്കുന്ന ഒരു കരാർ, ആ കരാറിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ സ്പെസിഫിക് പെർഫോമൻസിന് ഒരു പാർട്ടി പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായി ഉണ്ടാകാവുന്ന നഷ്ടം എന്തായിരിക്കും? ഇപ്പോ ടീകോം ഇവർക്ക് നഷ്ടപരിഹാരത്തിന് വേണ്ടി പോകുന്നു, ഈ ലാൻഡ് വിട്ടു തരുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം, കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം 246 എന്ന് പറയുന്നത് നമ്മുടെ വികസന സ്വപ്നങ്ങൾക്ക് തടസ്സമുണ്ടാകും.
ടീകോം ഞങ്ങൾ പോവാന്ന് പറഞ്ഞ് സർക്കാരോട് ഇങ്ങോട്ട് സമീപിക്കുക. ഒരു ഞങ്ങളില്ല, ഞങ്ങൾ ഈ പണിക്കില്ല, ഞങ്ങൾ പോവാ എന്ന് സർക്കാർ ഇങ്ങോട്ട് സമീപിക്കുക. എന്നാൽ ഈ പൈസ അവിടെ കൊണ്ടുപോകും എന്ന് പറഞ്ഞ ഇല്ലാത്ത സ്ഥലത്ത് പൂച്ചപ്പറ്റ ഖജനാവിൽ നിന്ന് എന്തിനാ അങ്ങോട്ട് കൊടുക്കാൻ ആലോചിക്കുന്നത് എന്തിനാ? അങ്ങനെയല്ല, അവരുടെ ഇൻവെസ്റ്റ്മെന്റ്സ് ഒന്ന് നമുക്ക് അതിൽ പറയാം. ഒന്ന്, ഇപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ ശുപാർശ എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ ചീഫ് സെക്രട്ടറിയുടെ ശുപാർശ നിശ്ചയമായി ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം, അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പണത്തെ സംബന്ധിച്ച്, അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള തുകയെ സംബന്ധിച്ച്, അവരുടെ മൂലധനത്തെ സംബന്ധിച്ച് അവർക്ക് ആകുലതകൾ ഉണ്ടാവുമല്ലോ. ടീകോമിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല എന്നൊരു തർക്കം നമുക്കറിയില്ലുണ്ടോ? അതിന്റെ ഇന്നത്തെ മാർക്കറ്റ് പ്രകാരമില്ലാത്ത ആകുലതയും വ്യാകുലതയും ധാർമ്മികതയും നമ്മൾക്കുള്ള കാര്യം എന്തിനാണ്? കരാറ് പ്രകാരം അങ്ങനെയൊന്നുമില്ല. ആകുലതകൾ ഉണ്ടാവണം വേണ്ടെന്നേ. കരാറ് പ്രകാരം തന്നെ അന്ന് എഴുതി വെച്ച, എല്ലാവരും നോക്കി എഴുതി വെച്ച, സർക്കാർ ഒപ്പിട്ട VS സർക്കാരിന്റെ കാലത്തുള്ള കരാറ് പ്രകാരം ഇല്ലാത്ത വ്യാകുലത സർക്കാരിന്റെ വ്യാകുലതകളെ അവർക്ക് അനുകൂലമായി നമുക്കുണ്ടാവേണ്ട കാര്യം എന്താണ്? ആ വ്യാകുലത ആരുടെ താല്പര്യമാണ് എന്നതാണ് ചോദ്യം. ശ്രീ ജിൻഡോ ജോൺ, ഇവിടെ നമ്മൾക്ക് ഈ ചർച്ച ഇപ്പോൾ നടത്താൻ കഴിയുന്നത് ഹസ്കറിനോട് എന്താണ് കരാറിൽ ഇങ്ങനെ വളരെ ഭംഗിയായി എഴുതി വെച്ചിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാണ് നഷ്ടപരിഹാരം കൊടുക്കുന്നതിനെ പറ്റി ആലോചന എന്ന് നമുക്ക് ചോദിക്കാൻ കഴിയുന്നത് VS സർക്കാരിന്റെ കാലത്തെ കരാർ കൊണ്ടാണ് കേട്ടോ ജിൻഡോ. അതിനു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ ധാരണയിൽ അങ്ങോട്ട് നഷ്ടപരിഹാരം എന്താണ് നമ്മൾക്ക് ഇങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുക്കുന്ന വ്യവസ്ഥയില്ല, പിന്നീട് വന്നതാണ്. അതുമാത്രമല്ല, അവിടെ എന്താണ് ഈ പറയുന്ന ഇൻഫോ പാർക്ക് കൂടെ കയ്യിൽ കൊടുക്കുകയും ഇൻഫോ പാർക്കിൽ 30,000 പേർക്ക് ജോലി ഉണ്ടാവുകയാണെങ്കിൽ 100 ഏക്കർ സ്ഥലം ഫ്രീ ആയി കൊടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനമൊക്കെ അന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇൻഫോ പാർക്കിൽ 30,000 ജോലി കഴിഞ്ഞ് 70,000 പേർക്ക് ജോലി ഓൾറെഡിയായി. വെറുതെ ചുമ്മാ ആരുടെയോ ചെലവിൽ 100 ഏക്കർ കിട്ടാനുള്ള വ്യവസ്ഥയൊക്കെ അതിലുണ്ടായിരുന്നു. അതൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ഈ കരാറിനെ പറ്റി, അതിൻ്റെ അഴിമതി അല്ലെങ്കിൽ അതിൻ്റെ ചൂഷണത്തിനെ പറ്റി UDF-നും ധാർമ്മികമായി എത്രത്തോളം ആഞ്ഞടിക്കാനുള്ള കരുത്തുണ്ടോ എന്ന് എനിക്കറിയില്ല. ജിൻഡോ, ഇതിൽ രാഷ്ട്രീയ അഴിമതി നടക്കും എന്ന് പറയുന്നത് അടിസ്ഥാനത്തിലാണ്. ഹാഷ്മി, ഇതിലുള്ളൊരു പ്രശ്നമേ, ഇതിപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ആലോചിച്ചു കൊണ്ടുവരാൻ നോക്കിയൊരു പദ്ധതി, പിന്നീട് അതിനുശേഷം പല ചർച്ചകൾ നടക്കുന്നു. VS അച്യുതാനന്ദൻ്റെ കാലത്ത് അതിൽ കരാർ ഒപ്പിടുന്നു. അതിനുശേഷം വീണ്ടും അതിങ്ങനെ ഉഴപ്പി മുന്നോട്ട് പോകുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് പണി ആരംഭിക്കുന്നത്. 1ാം ഘട്ട ഉദ്ഘാടനം നടക്കുന്നു. ആ ഉദ്ഘാടനത്തിൽ നിന്ന് LDF-ൻ്റെ നേതൃത്വത്തിൽ ബഹിഷ്കരണം നടക്കുന്നു. ഏതൊരു കരാറും ഇത്തരം വൻകിട പദ്ധതികൾ കൊണ്ടുവരുന്ന സർക്കാരിൻ്റെ മാത്രമല്ല, അത് പൂർത്തീകരിക്കാനും അതിനിടയ്ക്ക് പ്രവർത്തിക്കുന്ന സർക്കാർ, മാറി വരുന്ന സർക്കാരുകളുടെ ഉത്തരവാദിത്വം ഭാഗമാണ്. അല്ലാതെ മുൻപ് ഏതെങ്കിലും സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതി മറ്റൊരു സർക്കാരിൻ്റെ മാത്രമാണെന്നോ അല്ലെങ്കിൽ ആരംഭിച്ച സർക്കാരിൻ്റെ മാത്രമാണെന്നോ ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇത് ഉമ്മൻചാണ്ടിയുടെയോ അല്ലെങ്കിൽ VS അച്യുതാനന്ദൻ്റെ ആരുടെയും കുടുംബ സ്വത്ത് എടുത്ത് നടത്തുന്ന പദ്ധതികളല്ലല്ലോ. ഇതിനൊക്കെ പൊതുപണം ചെലവാക്കുന്നുണ്ടെങ്കിൽ എൻ്റെയും ഹാഷ്മിയുടെയും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരുടെയും കേൾക്കുന്നവരുടെ മുഴുവൻ നികുതി പണത്തിൽ നിന്നെടുത്താണ് ചെലവുകൾ നടത്തുന്നത്. അപ്പോൾ ഏത് സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ചു, ഏത് സർക്കാരിൻ്റെ കാലത്ത് കൊണ്ട് കരാർ എന്നുള്ളില്ല. നമ്മുടെ മുമ്പിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിലവിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള കരാർ പ്രകാരം ഈ ടീകോം കമ്പനിക്ക് അങ്ങോട്ട് നഷ്ടം കൊടുക്കേണ്ടതുണ്ടോ? അവിടെയാണ് ചോദ്യം നിൽക്കുന്നത്. അങ്ങനെ നഷ്ടം കൊടുക്കേണ്ടതുണ്ടെങ്കിൽ എങ്ങനെയാണ്? സർക്കാരിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ? സർക്കാരിൻ്റെ ഭാഗത്ത് വീഴ്ചകൾ നടന്നിട്ടുണ്ടെങ്കിൽ ഏത് സർക്കാരിൻ്റെ കാലത്താണ് നടന്നിട്ടുള്ളത് എന്ന് പറയണം. എപ്പോഴാണ് നടന്നിട്ടുള്ളത്? അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഇതൊന്നും പറയാതെ പ്രത്യേക സാഹചര്യത്തിൽ ഒരു അത്രയൊന്നും വ്യക്തമല്ലാത്ത ഒരു പ്രസ് റിലീസിൻ്റെ ഭാഗമായിട്ട് ഒളിച്ചു കടത്തുന്ന ഈ ഒരു പരിപാടി തട്ടിപ്പിനും അഴിമതിക്കും വേണ്ടി തന്നെയാണ്. എനിക്ക് 2-3 ചോദ്യങ്ങളേ ഉള്ളൂ. ആരുടെ ഭാഗത്താണ് വീഴ്ച ഉണ്ടായത്? ടീകോം എന്ന് പറഞ്ഞ കമ്പനിയുടെ ഭാഗത്താണോ, സർക്കാരിൻ്റെ ഭാഗത്താണോ? അങ്ങനെയാണെങ്കിൽ സർക്കാർ ഇതിനു മുമ്പ് തന്നെ കമ്പനിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചിട്ട് അവർക്ക് നോട്ടീസുകൾ കൊടുത്തിട്ടുണ്ടോ? മറിച്ച് സർക്കാരിൻ്റെ ഭാഗത്താണ് വീഴ്ചകൾ ഉണ്ടായിട്ടുള്ളതെങ്കിൽ കമ്പനിയുടെ ഭാഗത്തുനിന്ന് സർക്കാരിനോട് ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ? നിങ്ങൾ പാലിക്കാമെന്ന് പറഞ്ഞിട്ടുള്ള വ്യവസ്ഥകൾ പാലിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഒന്നും ഇവിടെ നടന്നിട്ടില്ല. ഇനി വ്യവസായ മന്ത്രി P. രാജീവ് പറയുന്നത് കുറേ കാലമായിട്ട് ടീകോം കമ്പനി നിർജ്ജീവാവസ്ഥയിലാണ്, അവർ കാര്യമായിട്ട് ഒന്നും ചെയ്യുന്നില്ലെന്ന്. വ്യവസായ വകുപ്പിൻ്റെ മന്ത്രിയാണ് അദ്ദേഹം, അല്ലേ? അദ്ദേഹത്തിന് പിന്നെ എന്താ പണി? അദ്ദേഹത്തിൻ്റെ വകുപ്പിലിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് എന്താ പണി? അതിനൊരു ഉത്തരം അവർ പറയുന്നില്ല. ഇനി ടീകോം കമ്പനി അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് അവർ പിന്മാറുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ കരാറിലെ 722 പ്രകാരം സംസ്ഥാന സർക്കാരിനല്ലേ അതിന് നഷ്ടം തരേണ്ടത്? കേരളത്തിനല്ലേ നഷ്ടം തരേണ്ടത്? അത് നമ്മളിതൊക്കെ പറയുമ്പോഴും സർക്കാരിനോട് ആ ചോദ്യം കണിശമായി ചോദിക്കുമ്പോഴും ഈ ടീകോം എന്ന് പറയുന്ന കമ്പനി കേവലം ഒരു സ്വകാര്യ കമ്പനി അല്ലല്ലോ. അതിൽ ദുബായ് സർക്കാരുമായുള്ള ബന്ധം ജിൻഡോയ്ക്കും അറിയാവുന്നതാണല്ലോ. ഇതിൽ ദുബായ് സർക്കാരിൻ്റെ തന്നെ തീരുമാനപ്രകാരം ദുബായ്ക്കും UAE-ക്കും പുറത്ത് അധികം ജോലികൾ ചെയ്യേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്കൊക്കെ അക്കാലത്ത് അവർ എത്തുകയും ഈ ദുബായ് സർക്കാരുമായി നമ്മുടെ സർക്കാരിന് നല്ല ബന്ധത്തിൽ നിൽക്കുന്ന സമയമാണ്, അല്ലേ? അപ്പോൾ ടീകോം എന്ന് പറയുന്നത് അതിൻ്റെ മുഖം ദുബായ് ആണ്. ആ ഒരു പരിമിതി സർക്കാരിനുണ്ടാവില്ലേ ജിൻഡോ?
അല്ല, ഞാൻ ചോദിക്കട്ടെ ഹാഷ്മി, ഈ കരാർ ഒപ്പിടുന്ന കാലത്ത് എന്തായിരുന്നു സാഹചര്യം, എന്തായിരുന്നു ദുബായ് സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും നയങ്ങൾ? അതുമാത്രമേ നമ്മൾ കരാറിനെ കുറിച്ച് പാലിക്കേണ്ടതുള്ളൂ. പിന്നീട് ദുബായ് സർക്കാരിൻ്റെ നയപരിപാടികൾ മാറ്റമുണ്ടെന്നും പറഞ്ഞ് ആ കരാറിൽ മുൻകാല പ്രാബല്യത്തോടെ ഒരു മാറ്റം വരുത്തേണ്ട കാര്യമില്ല. അങ്ങനെയുണ്ടോ? അങ്ങനെ ഒരു കാര്യമില്ലല്ലോ. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ഒരു കാര്യം എന്താ, കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ബോർഡ് ഓഫ് ദുബായുമായുള്ള ബന്ധം വഷളാവരുത്, ദുബായുമായുള്ള ബന്ധം വഷളായി കൂടാ ഇല്ലേ? ഇപ്പൊ ഈ ടീകോം കാണിക്കുന്ന ചില മര്യാദകൾ കൊണ്ടാണെങ്കിലും ആ ദുബായുള്ള ബന്ധം വഷളാവുന്ന രീതിയിലേക്ക് അത് എസ്കലേറ്റ് ചെയ്യാനും പാടില്ല. അല്ല, ഞാൻ പറയട്ടെ ഹാഷ്മി, ഇവിടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലെങ്കിൽ വരുന്ന ഏത് മുഖ്യമന്ത്രിയായാലും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ചെയർമാൻ സ്ഥാനത്തിരിക്കുന്ന ഒരു കമ്പനിയിൽ 16% കേരള സർക്കാരിന് ഷെയറുള്ള ഒരു കമ്പനിയിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിവരാവകാശ പ്രകാരം അപേക്ഷിക്കുമ്പോൾ വിവരാവകാശ പ്രകാരം അത് തരാൻ പറ്റില്ല എന്ന് പറയുന്നു. പക്ഷേ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു തർക്കത്തിൽ ഇതിൻ്റെ പാർട്ണർ കമ്പനിയായിട്ടുള്ള ടീകോം കമ്പനിക്ക് കേരളത്തിൻ്റെ പൊതുഖജനാവിൽ നിന്ന്, അല്ലാതെ മന്ത്രിമാരുടെ സ്വകാര്യ സ്വത്തിൽ നിന്നല്ലല്ലോ, പൊതുഖജനാവിൽ നിന്ന് നഷ്ടം കൊടുക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് വിവരാവകാശം പോലും നിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്തിനാ നഷ്ടം സഹിക്കേണ്ടതുണ്ട് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുമ്പോഴാണ് ദുബായ് സർക്കാരിനെ തൃപ്തിപ്പെടുത്താനല്ല, ഈ ഭൂമി തിരിച്ചു പിടിച്ചാൽ ആ ഭൂമി കച്ചവടത്തിലൂടെ ലാഭമുണ്ടാക്കാം. മാത്രമല്ല ടീകോം കമ്പനിക്ക് പണം കൊടുത്താൽ ആ പണം ഈ പറഞ്ഞ മാസപ്പടിയൊക്കെ മേടിച്ചതുപോലെ മറ്റാരുടെയെങ്കിലും ഒക്കെ കമ്പനിയിലൂടെ വന്ന് അത് ചായക്കാശായിട്ട് കിട്ടാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അതിനുള്ള തട്ടിപ്പാണ്. ഇവിടെ ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ കരാർ എന്ന് പറയുന്നു. നമ്മൾ കുറച്ചു കാലം മുമ്പ് ചർച്ച ചെയ്ത ഒരു കരാർ ഉണ്ടായിരുന്നല്ലോ, എക്സാലോജിക്കും CMRL തമ്മിലുള്ള കരാർ. അതുപോലെ തന്നെ ടീകോം കമ്പനിയും പിണറായി സർക്കാരും തമ്മിൽ മറ്റേതോ ഒരു കരാറുണ്ട്, നമ്മൾക്ക് ആർക്കും വ്യക്തമല്ലാത്ത, കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ ലഭ്യമല്ലാത്ത മറ്റേതോ രഹസ്യ കരാറിന്റെ പേരിലാണ് ഇദ്ദേഹം ഇത് പറയുന്നത്. ഈ ആളുകളെല്ലാം ഇത് പറയുന്നത്. ഇപ്പൊ ഹസ്കർ തന്നെ പറഞ്ഞ കാര്യമുണ്ട്, VS അച്യുതാനന്ദൻ കൊടുക്കുന്ന 722 എന്ന് പറഞ്ഞ ക്ലോസ് ആണ് ആ കരാറിന്റെ സൗന്ദര്യമെന്ന്. ആ സൗന്ദര്യത്തിന്റെ മുഖത്ത് ടാറ് വാരി തേക്കുന്ന പണിയല്ലേ ഇപ്പൊ പിണറായി വിജയൻ സർക്കാർ ചെയ്യുന്നത്? എന്ത് ഉത്തരവാദിത്തത്തോടെയാണ് വ്യവസായ മന്ത്രി മറുപടി പറയുന്നത്? 100 കണക്കിന് കമ്പനികൾ ക്യൂ നിൽക്കുന്നുവെന്ന്. ആ 100 കണക്കിന് കമ്പനികളുമായിട്ട് വ്യവസായ വകുപ്പ് മന്ത്രി മറ്റേതെങ്കിലും ചാനലിലൂടെ ചർച്ച നടത്തിയിട്ടുണ്ടോ? ഈ ഇങ്ങനെ ടീകോം കമ്പനി ഇത് വിട്ടുപോകുന്നുള്ള അറിയിപ്പ് കിട്ടിയതിനു ശേഷം രഹസ്യ ചർച്ച നടത്തിയതിനു ശേഷമാണോ ഇത് ടീകോമിന് പണം കൊടുത്ത് അവരെ ഒഴിവാക്കിയിട്ട് ഭൂമി കച്ചവടം നടത്താമെന്നൊക്കെ വിചാരിക്കുന്നത്? എന്താണ് എന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് വ്യക്തമാക്കണം. കാരണം നമ്മുടെ നികുതി പണം എടുത്താണ് ഇത് കൊടുക്കുന്നെങ്കിൽ അത് കരാർ ലംഘനമാണ്, നിയമലംഘനമാണ്, ജനദ്രോഹപരമാണ്. ശരി, CR നീലകണ്ഠൻ ഈ പറയുന്ന നഷ്ടപരിഹാരം എന്ന തീരുമാനത്തിലേക്ക് എത്തുകയാണെങ്കിൽ അത് ചെറിയ തുകയൊന്നും ആവില്ലല്ലോ, അതെന്തായാലും കോടികളാവുമല്ലോ. CR നീലകണ്ഠൻ അതെടുത്തു കൊടുക്കേണ്ടത് ഈ പൂച്ചപറ്റ ഖജാനയിൽ നിന്നും ഈ അധിക നികുതി എന്നൊക്കെ പറഞ്ഞ് എൻ്റെയിൽ നിന്നും അങ്ങയിൽ നിന്നൊക്കെ പിടിച്ചു പറിച്ച പൈസയിൽ ആകുമല്ലോ അത് എടുത്തു കൊടുക്കുക. CR നീലകണ്ഠൻ, CR അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ 13 വർഷങ്ങൾക്ക് ശേഷം ഒന്നും ചെയ്യാതിരുന്ന ടീകോമിന് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടോ, അവരുടെ കാര്യം കൂടി നമ്മൾ നോക്കണ്ടേ എന്ന വ്യാകുലതയ്ക്ക് പ്രസക്തിയുണ്ടോ? ആ വ്യാകുലത പ്രകാരമാകുമോ കരുണാമയമായി സർക്കാർ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാം എന്ന് തീരുമാനിക്കുന്നത്? CR ഒരു അഡ്വക്കേറ്റ് കൂടിയായ ഹക്സർ വ്യാകുലതയെ പറ്റി പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് വല്ലാതെ വിഷമം തോന്നി. കോടതിയിൽ ഒരു കരാറാണ് ചർച്ച ചെയ്യുന്നത്, രണ്ടുപേരും ഒപ്പിട്ട കരാർ. അദ്ദേഹത്തിന് അറിയാലോ ലോ ഓഫ് കോൺട്രാക്ട്സ്. അതിന് പുറത്തുള്ള ഫോഴ്സ് മെജൂരി അല്ലാത്ത ഒരു കാര്യവും ആ കരാറിന് ബാധകമല്ല. ഇന്ത്യൻ കോർട്ട് ഓഫ് ലോയിലാണ് ഇത്, ഇന്ത്യൻ ലോ ആണ് ഇതിന് ബാധകം എന്ന് കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട്. ദുബായ് സർക്കാർ അവിടെ ഇടിഞ്ഞു വീണാലും ഇവിടെ കേരള സർക്കാർ ഇല്ലാതായാലും ഫോഴ്സ് മജൂരെ എന്ന് പറയുന്ന അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ക്ലോസ് അല്ലാതെ വേറെ ഒന്നിനും അത് ബാധകമേ അല്ല. ഇപ്പം നാളെ സുനാമിയിൽ ഈ ടീകോം ഒലിച്ചു പോയാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല, അത് ഫോഴ്സ് മജൂരെയും. ഇവിടെയുള്ള പ്രശ്നം എന്താ? ആദ്യത്തെ ചോദ്യം, ഇത് മോശമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ 2016 മുതൽ 2024 വരെ ഈ സർക്കാർ ഒരു നോട്ടീസ് അവർക്ക് കൊടുത്തുവോ എന്ന ആദ്യത്തെ ചോദ്യമുണ്ട്. നോട്ടീസ് കൊടുത്തിട്ടില്ലെങ്കിൽ അവർ കൊടുത്താൽ അവർക്ക് വിഷമാവോ എന്ന് ഏതെങ്കിലും കരാറിൽ ഉണ്ടാവുമോ? കൊടുത്താൽ വിഷമാവോ എന്ന്. ഇനി അദ്ദേഹം പറയുന്ന ആർബിട്രേഷൻ്റെ വിഷയമല്ലല്ലോ ഇത്. ആർബിട്രേഷന് പോകണമെങ്കിൽ അതിന് വേറെ ക്ലോസ് ഉണ്ട്, ഇത് ആർബിട്രേഷനും അല്ല. കാരണം എന്താ, ആർബിട്രേഷൻ എന്താ വേണ്ടതെന്നുള്ള വ്യവസ്ഥ, ആർബിട്രേഷൻ വ്യവസ്ഥ കരാറിലുണ്ട്. ഏത് കരാറിലും ആർബിട്രേഷൻ്റെ ക്ലോസസ് ഉണ്ടാവും, അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഇതിലേത് വ്യവസ്ഥ, ഏത് ക്ലോസ് 7.1 ആണോ 7.2 അനുസരിച്ചാണോ പണം കൊടുക്കുന്നത് എന്ന കാര്യം മാത്രമേ ജനങ്ങൾക്ക് അറിയണ്ടൂ. 7.1 ആണെങ്കിൽ കേരള ഗവൺമെൻറ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? അത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത്, ഏത് മന്ത്രിയുടെ ഭാഗത്ത്? അതില്ല, ഇല്ലയെന്ന് പറയുന്നില്ല. ഇല്ലയെന്ന് ഇവിടെ ഇതുവരെ ഉണ്ടെന്ന് ആരും അവകാശപ്പെട്ടിട്ടില്ല. പിന്നെ ദുബായിയുടെ ഭാഗത്താണ്, ഈ ടീകോം കമ്പനിയുടെ ഭാഗത്താണ്. ടീകോം കമ്പനിയുടെ ഭാഗത്ത് അങ്ങനെ ഒരു സംശയം വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഒരു വീഴ്ച വരികയാണെങ്കിൽ അവർ തന്നെ കത്ത് കൊടുക്കുക, ഞങ്ങൾ ഈ ഒഴിയാണ്. ഇതിലിപ്പോൾ കേരള ഗവൺമെൻറ്റിന് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, അവർ തന്നെ കത്ത് കൊടുക്കുക, ഞങ്ങൾ ഈ ഒഴിയാണ്. അതാണല്ലോ പത്രക്കുറിപ്പിൽ ഞാനും ഹാഷ്മിയൊക്കെ വായിച്ചത്. അങ്ങനെയാണെങ്കിൽ അവരൊഴിയുക എന്ന് പറഞ്ഞാൽ ഏകപക്ഷീയമായി ഒഴിയുകയാണെങ്കിൽ
ചെയ്യേണ്ടതാണ് 7.2.2. ഇപ്പോൾ നേരത്തെ ജിൻഡോ പറഞ്ഞതുപോലെ 7.2.2 ഒന്നും അല്ല നമ്മുടെ പ്രശ്നം. നേരത്തെ അക്സർ പറഞ്ഞപ്പോൾ എനിക്ക് ഞെട്ടിപ്പോയി ഞാൻ. കരാറൊക്കെ അവിടെ കിടക്കട്ടെ, നമുക്ക് വേറെ കാര്യങ്ങളുണ്ട്. അതാണ് പ്രശ്നം. കരാർ അവിടെ കിടക്കട്ടെ, ഞങ്ങൾക്ക് വേറെ കാര്യങ്ങളുണ്ട്. ഈ ഭൂമി കച്ചവടമാണോ ഇതിൻ്റെ കമ്മീഷൻ കച്ചവടമാണോ അതൊന്നും എനിക്കറിയില്ല. എന്ന് പറഞ്ഞാൽ സർക്കാർ ഖജനാവിലെ പണമെടുത്ത് 1 രൂപ ചിലവാക്കുന്നുണ്ടെങ്കിൽ അതെന്തിന് ചിലവാക്കിയെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അതുകൊണ്ടാണ് RTIയുടെ കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഇത് RTI ബാധകമായൊരു കാര്യമാണ്. നാളെ ഒരാൾ ഹൈക്കോടതിയിൽ പോയ ഈ കരാറ് വെച്ച് എങ്ങനെയാണ് ഇവർക്ക് കൊടുക്കുക എന്ന് ചോദിച്ചാൽ ഗവൺമെൻറ് ബബ്ബടിക്കും. ഗവൺമെൻറ് ഒന്നും പറയാനില്ല. പിന്നെ ദുബായ് ഗവൺമെൻറ്റുമായിട്ടുള്ള ബന്ധം അത് സെൻട്രൽ ഗവൺമെൻറ്റിൽ നോക്കട്ടെ. ദുബായ് ഗവൺമെൻറ് കേരള ഗവൺമെൻറ്റുമായിട്ടല്ലല്ലോ ബന്ധം. ഇതിൻ്റെ പിന്നിൽ ദുബായ് കമ്പനി ഉണ്ടോ, ദുബായ് സ്റ്റേറ്റ് ഉണ്ടോ, അതൊക്കെ രണ്ടാമത്തെ പ്രശ്നമാണ്. ഒരു SPV ആണത്. ഇതൊരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളാണ് ഈ സ്മാർട്ട് സിറ്റി എന്ന് പറയുന്നത്. ആ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിന് അതിൻ്റെ കോൺട്രാക്റ്റ് മാത്രമേ ഉള്ളൂ. വാട്ട് എവർ സെഡ് ഡൺ അതർവൈസ്. അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. ഇതിൽ 1 പൈസ കേരള സർക്കാർ മുടക്കുകയാണെങ്കിൽ അത് കമ്മീഷൻ പണമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. അത് കൊള്ളയാണ്, ഖജനാവിൻ്റെ കൊള്ളയാണ്. 1 പൈസ കൊടുക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, കേരള സർക്കാർ ഇതിനു വേണ്ടി എന്തൊക്കെ മുടക്കിയിട്ടുണ്ടെങ്കിൽ ആ പൈസ തിരിച്ചു തരണം എന്ന് 7.2.2 അല്ലെങ്കിൽ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്ന VS, അദ്ദേഹത്തിന് ഇത് അറിയുമെന്നറിയില്ല, അങ്ങനെ ഇരിക്കുന്ന VSൻ്റെ കരാറ് ഇവരെടുത്ത് തോട്ടിലെറിഞ്ഞു എന്ന് തന്നെയാണ് അർത്ഥം. VSനെ ഒരു കാലത്ത് VSൻ്റെ ആശയങ്ങളെ തോട്ടിലെറിഞ്ഞ പിണറായി വിജയൻ ഇപ്പോൾ VSനെ തന്നെ എടുത്ത് തോട്ടിലെറിയുന്നത് പോലെയാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഓക്കെ, എന്തായാലും VSനെ അന്ന് വികസന വിരോധിയാക്കിയതാണ് കേട്ടോ. ഈ പറയുന്ന ഈ കാര്യങ്ങൾ ഇത്രത്തോളം കടുപ്പിക്കണം, ഇത്രത്തോളം സ്ട്രിഞ്ചൻ്റ് ആക്കണം എന്നൊക്കെ പറഞ്ഞതിന് VSനെ വികസന വിരോധി ആക്കിയതാണ്. അപ്പോൾ അന്ന് VS വെച്ചിരിക്കുന്ന നേരത്തെ നിന്ന് വ്യത്യസ്തമായി ഈ പറയുന്ന 7.2.2 കൊണ്ടാണ് നമുക്കൊരു ചർച്ച പോലും നടത്താൻ പറ്റുന്നത്. ശ്രീജിത്ത് പണിക്കർ, നമുക്ക് ഓർമ്മയുണ്ട് അന്ന് ഈ പറഞ്ഞ കോവിഡിൻ്റെ പ്രതിസന്ധി, 100,000 പ്രതിസന്ധികൾ, പെട്ടെന്ന് നട്ടം തിരിഞ്ഞിരിക്കുന്ന മനുഷ്യനെ പിടിച്ചു പറിക്കുന്ന അധിക ഇന്ധന നികുതി, അതിൽ നിന്ന് 50 പൈസ കുറയ്ക്ക് ധനമന്ത്രി പ്രിയപ്പെട്ട ബാലഗോപാൽ സാർ എന്ന് പറഞ്ഞാൽ 5 പൈസ കുറച്ചിട്ടില്ല. ക്ഷേമ പെൻഷൻ കൊടുക്കണം, കൊടുത്തോ? 4 മാസം കുടിശ്ശിക ഇപ്പോഴും അവിടെ ഉണ്ട്. നാളെ വൈദ്യുതി നിരക്ക് വർധനയാണ്. എത്ര വർദ്ധിക്കാൻ പോകുന്ന അല്പസമയത്തിനും അറിയാൻ പറ്റും. സകലവിധമായ കാര്യങ്ങൾക്ക് വില വർധന, സകലവിധമായ സേവനങ്ങൾക്ക് വില വർധന. അങ്ങനെ മുടിഞ്ഞ് മുക്കലിട്ട് നിൽക്കുന്ന മനുഷ്യൻ്റെ പൈസയാണ് എടുത്തു കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ എടുത്തു കൊടുത്താൽ നഷ്ടപരിഹാരം കൊടുക്കുന്നത് എന്തിനാണ് എന്ന് ഈ കേരളത്തോട് പറയാൻ മുഖ്യമന്ത്രിക്ക് ബാധ്യതയുണ്ട്. 100% എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അതിന് ബാധ്യത കേരളത്തിനില്ല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഭരണപക്ഷത്ത് പോലും ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ ശ്രീ ഭാസ്കറൊക്കെ തന്നെ ഒന്ന് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് പറയുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ പറയുന്ന കാര്യങ്ങളുടെയൊക്കെ യുക്തി മനസ്സിലാകാത്ത ആളല്ല അദ്ദേഹം. ഞാൻ പറയുന്നത് ഇതിൽ ഇന്നിപ്പോൾ ഈ മന്ത്രിസഭാ യോഗത്തിൻ്റെ ഭാഗമായിട്ട് തീരുമാനങ്ങളുടെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യങ്ങൾ നോക്കൂ. ആ വന്നിരിക്കുന്ന കാര്യങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ പൊതുസമൂഹത്തിന് അറിയാത്ത അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാകും. അതിൻ്റെ ആദ്യത്തെ ലൈനിൽ തന്നെ പറയുന്നത് എന്താണ്? സ്മാർട്ട് സിറ്റി കൊച്ചി പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നമുക്കറിയാമായിരുന്നു ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നുവെന്ന്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന വ്യവസായ മന്ത്രിയോ അല്ലെങ്കിൽ IT വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയോ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നോ സ്മാർട്ട് സിറ്റി പിന്നെ അവിടെ അതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞിരുന്നോ? ഇനി അതിൽ പരിഹരിക്കാനാവാത്ത ഏതെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ ഒരു SPV ആണ്. അപ്പോൾ സംസ്ഥാന സർക്കാർ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളിൽ ഏതെങ്കിലും സർക്കാർ ചെയ്യാത്തത് കൊണ്ട്, നമ്മൾ ഫുൾഫിൽ ചെയ്യാത്തത് കൊണ്ടാണോ അവിടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്? അങ്ങനെ അല്ല എങ്കിൽ മറ്റേ പാർട്ടി ആരാണോ ആ പാർട്ടിയുടെ ഭാഗത്താണ് ഈ പ്രശ്നം. അങ്ങനെയാണ് എങ്കിൽ അവരെ എന്ത് രീതിയിലത്തേക്കുള്ള നടപടികൾക്ക് വിധേയമാക്കണം എന്നതിനെപ്പറ്റി ഏകപക്ഷീയമായിട്ടുള്ള അധികാരം ഈ ഒരു നിയമം നമുക്ക് തരുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അവിടെ കാര്യമായ പുരോഗതി ഉണ്ടായിരുന്നില്ല എങ്കിൽ, അവിടെ എന്തെങ്കിലും രീതിയിലത്തേക്ക് ഈ പറയുന്നത് പോലെയുള്ള സോ കോൾഡ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണത് ചർച്ച ചെയ്യാതെ പോയത് എന്നതിനെപ്പറ്റി നമുക്കറിയില്ല. രഹസ്യമായിട്ടാണോ ചർച്ചകൾ ഇത്തരത്തെ കാര്യത്തിലൊക്കെ തന്നെ നടത്തുക? എക്സിക്യൂട്ട് ചെയ്യുന്നത് ഒരു കോൺട്രാക്ട് അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ കാര്യത്തിനെ പറ്റി പൊതുസമൂഹത്തിന് അറിയില്ല എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇനി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗോ ടു ഡോക്യുമെൻ്റ് ആണല്ലോ ഇതിൻ്റെ കരാർ എന്ന് പറയുന്നത്. അതാണ് ഇതിൻ്റെ മാസ്റ്റർ ഡോക്യുമെൻ്റ്. അപ്പോൾ അതിൽ തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ സമയബന്ധിതമായിട്ട് പരിഹരിക്കണമെന്നാണ്. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഡേറ്റ് സ്ലിപ്പ് വന്നു കഴിഞ്ഞാൽ 3 മാസങ്ങൾക്കകം നോട്ടീസ് കൊടുക്കണം. 6 മാസം കഴിഞ്ഞതിന് ശേഷവും തൽസ്ഥിതി തുടരുകയാണ് എങ്കിൽ നമുക്ക് അവരുടെ ഓഹരി വാങ്ങിയെടുക്കാൻ പറ്റുന്ന രീതിയിലത്തേക്ക് നമുക്ക് വാല്യൂവറെ കൊണ്ടുവരാം. ഒന്ന് ആലോചിച്ച് നോക്കുക, എത്രത്തോളം ഏകപക്ഷീയമായിട്ടുള്ള അധികാരമാണ് സംസ്ഥാന സർക്കാരിന് അത് നൽകുന്നത് എന്നുള്ളത് ആലോചിച്ച് നോക്കുക. അപ്പോൾ അതിനുള്ള 3 മാസം കഴിഞ്ഞു, 6 മാസം കഴിഞ്ഞു, 6 കൊല്ലം കഴിഞ്ഞതിന് ശേഷവും നമ്മൾ ഇതിനെപ്പറ്റി എങ്ങും ചർച്ച ചെയ്യുന്ന കേൾക്കുന്നില്ല. അതിനുശേഷമാണ് പറയുന്നത് ഇപ്പോൾ ഈ ആർബിട്രേഷൻ ക്ലോസിലേക്ക് പോകുന്നു. ഞാൻ പറഞ്ഞത് ആർബിട്രേഷൻ ക്ലോസ് വരുന്നത് എവിടെയാണ്? എന്തെങ്കിലും രീതിയിലുള്ള ഒരു തർക്കം ഉണ്ടാകുമ്പോഴാണ്.
അവിടെ മാത്രമാണ് നമുക്ക് ഈ ആർബിട്രേഷനിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായി ഒരു പരിഹാരത്തിന് വേണ്ടിയിട്ട് നമുക്ക് ജോയിൻ്റ് ആയിട്ട് ഒരു തീരുമാനത്തിലേക്ക് എടുക്കാം എന്ന് പോലും ഇതിൻ്റെ ഈ ആർബിട്രേഷൻ ക്ലോസിൽ ഈ കരാറിൽ പറയുന്നത് ആ ഭാഗത്താണ്. പക്ഷേ ശ്രീ ഹസ്കർ അത് പറയുമ്പോൾ പോലും അവിടെ പറഞ്ഞിരിക്കുന്നത് വെറുതെ അന്നേരം ഉണ്ടാക്കുന്ന ഒരു ആർബിട്രറി തീരുമാനമല്ല, മറിച്ച് അങ്ങനെ ജോയിൻ്റ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ പോലും ഈ കരാറിൽ പറയുന്ന വ്യവസ്ഥകൾക്ക് അനുസൃതമായി എന്നാണ്. ഞാൻ അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഈ കരാറിൽ ഏത് വ്യവസ്ഥയിലാണ് നമ്മൾ ഈ മ്യൂച്വലായിട്ട് എഗ്രി ചെയ്തിരിക്കുന്ന ഒരു എക്സിറ്റ് പ്ലാനിൽ ഒരു പാർട്ടി മറ്റൊരു പാർട്ടിക്ക് കോമ്പൻസേഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കുന്നത് എവിടെയാണ്? ഇതിൽ തന്നെ പറയുന്ന ചില കാര്യങ്ങൾ നോക്കൂ. ടീകോമുമായി ചർച്ചകൾ നടത്തി പരസ്പര ധാരണയോടെ പിന്മാറ്റ നയം രൂപകൽപ്പന ചെയ്യും. ടീകോമിന് നൽകേണ്ട നഷ്ടപരിഹാര തുക കണക്കാക്കുന്നതിന് ഇൻഡിപെൻഡന്റ് വാല്യുവേറ്ററെ നിയോഗിക്കും. ഞാൻ ചോദിക്കുന്നത്, ആദ്യമേ തന്നെ സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു. അതായത് നഷ്ടപരിഹാരം ഡിസർവ് ചെയ്യുന്നത് നമ്മളല്ല, ടീകോമാണ് എന്ന് സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ പറയുന്ന അവരുമായിട്ടുള്ള മ്യൂച്വൽ ആയിട്ടുള്ള പറയുന്ന സമിതിയിൽ ബാജു ജോർജ് എന്ന ഒരാളുണ്ട്. ബാജു ജോർജ് ഇപ്പം വേറെ ഏതൊന്നും എം ഡി ആണെങ്കിലും അന്ന് ഈ ടീകോമിന്റെ ആളായിരുന്നു. അതെ, അപ്പൊ ടീകോമിന്റെ ആൾ വന്നിട്ട് ടീകോമിന് വേണ്ടി നഷ്ടപരിഹാരത്തിന് വേണ്ടി വാദിക്കാൻ പോകുക സമിതിയിൽ. എന്ത് തമാശയാണ്. അതാണ് അതിലേക്കാണ് വരുന്നത്. അതായത് ഇത് സംബന്ധിച്ച ശുപാർശ സർക്കാരിൽ സമർപ്പിക്കുന്നതിന് ഇത് ആരാണ് തീരുമാനിച്ചിരിക്കുന്നത്? ഇതിന് ചീഫ് സെക്രട്ടറിയാണ് നിയമിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട ശുപാർശ കൊടുക്കുന്നതിന് ആ ശുപാർശ എന്താണ്? ആ ശുപാർശ എന്ന് പറയുന്നത് ഈ കരാറിൽ പറഞ്ഞിരിക്കുന്ന ഏത് ക്ലോസ് എക്സിക്യൂട്ട് ചെയ്തിട്ട് ആരുടെ ഭാഗത്താണ് പ്രശ്നം എന്നുള്ളതിനെ കണ്ടെത്തുന്നതിനോ അതിൽ ഈ കരാർ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകളെ എക്സിക്യൂട്ട് ചെയ്യുന്നതിനോ വേണ്ടിയിട്ടല്ല, മറിച്ച് ഏകപക്ഷീയമായി സർക്കാർ എടുത്തിരിക്കുന്ന ഈ തീരുമാനമാണ്. മറ്റേതെങ്കിലും ഒരു മന്ത്രിസഭ നോട്ട്, ഇപ്പോൾ അതെല്ലാം തന്നെ പുറത്തു വരുന്നതാണല്ലോ, ആ പുറത്തു വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഒരു ജിയോ ഉണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ചുമതലകളെ ഇതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ തന്നെ പുറത്തു വരേണ്ടതാണ്. അങ്ങനെ വന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു രേഖയിൽ ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ആ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന ആക്ഷൻ പ്ലാൻ തീരുമാനിക്കുന്നു എന്ന രീതിയിലത്തേക്ക് നമ്മൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ഇല്ല. പകരം അതെല്ലാം തന്നെ ഒന്നുകിൽ രഹസ്യമായി വെച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്ലോസ് ഇല്ലാതിരുന്നിട്ടും സർക്കാരിന് ഏകപക്ഷീയമായിട്ട് അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കണമെന്നുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ നടപ്പാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നിട്ട് നമ്മളെല്ലാവരും തന്നെ ഇത് വിശ്വസിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഈ കരാർ ഡോക്യുമെന്റ് എന്തിനാണ് എന്നുള്ളതല്ലേ നമ്മുടെ ചോദ്യം. അപ്പൊ കരാറിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, കരാറിൽ പറഞ്ഞിട്ടേ ഇല്ലാത്ത പല കാര്യങ്ങളും ഇതിനു പുറമേ തന്നെ തീരുമാനിച്ചതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട ശുപാർശ കൊടുക്കാൻ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ കമ്മിറ്റി എന്ത് ശുപാർശ കൊടുക്കാൻ പോകുന്നത്? എന്ത് ശുപാർശ, എത്ര തുക വേണമെന്നുള്ളോ? ആ തുക വേണമെന്ന് തീരുമാനിക്കുന്ന ഇവാലുവേറ്റർ അല്ലേ? പിന്നെ എന്ത് തീരുമാനമാണ് ഈ വലിയ 4 പേര് ഉള്ള ഒരു കമ്മിറ്റി തീരുമാനിക്കാൻ പോകുന്നത്? എന്താണ്? അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് യുക്തിക്ക് നിരക്കുന്ന കാര്യമല്ല, മറിച്ച് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന കരാറിൽ അത് സത്യസന്ധമായി നടപ്പാക്കുന്നതിനോ, നമ്മൾ ഈ പറഞ്ഞതുപോലെ ഏതാണ്ട് 1 ലക്ഷം ആൾക്കാർക്ക് തൊഴിൽ നൽകുന്നതിനോ, ഇവിടെയുള്ള യുവജനങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള തൊഴിലില്ലായ്മ എന്നുള്ള ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനോ, നമ്മുടെ IT ലാൻഡ്സ്കേപ്പിൽ അല്ലെങ്കിൽ മാപ്പിലുള്ള നമ്മുടെ സ്ഥാനത്തിനെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്നതിനോ ഒന്നുമല്ല. നേരെ മറിച്ച് മറ്റാർക്കോ പൊതുഖജനാവിൽ നിന്നുള്ള പണം എടുത്തു കൊടുത്തിട്ട് അവരെ ഹാപ്പിയാക്കി സെൻഡ് ഓഫ് കൊടുക്കുന്നു എന്നുള്ള ഒരു കാര്യത്തിന് മാത്രമായിട്ട് ഇതിനെ പരിമിതപ്പെടുത്തുകയാണ്. എന്താണ് അതിന്റെ താല്പര്യം എന്നാണ് അറിയേണ്ടത്. എന്തായാലും ഒരു കാര്യം ഓർമ്മ, ബാക്കിയൊക്കെ പോട്ടെ, ബാക്കി എല്ലാ കാര്യവും ഈ പറയുന്ന പോയ വർഷങ്ങളിൽ അവിടുത്തെ ഓരോരോ വർഷങ്ങൾ എന്തൊക്കെ ചെയ്തു ഈ ടീകോം എന്ന കാര്യം സർക്കാർ അന്വേഷിച്ചിട്ട് ഒന്നും ചെയ്തില്ല കണ്ട സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചു? 1 ലക്ഷം പേർക്ക് തൊഴിൽ എന്ന് പറഞ്ഞിട്ട് അതിന്റെ 10 പോലും ആവാത്ത പശ്ചാത്തലം ഉണ്ടായി. എന്തുകൊണ്ടാണെന്ന് സർക്കാർ അന്വേഷിച്ചോ എന്ന ചോദ്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ഏറ്റവും പ്രധാനം, ഈ കരാറിൽ വീഴ്ച ഉണ്ടാക്കുന്നത് ടീകോം ആണെങ്കിൽ ടീകോമിൽ നിന്ന് പിഴ ഈടാക്കാം എന്ന് വളരെ ഭംഗിയായി എഴുതി വെച്ചിരിക്കുന്ന കരാർ എടുത്തട്ടത്ത് വെച്ചിട്ട് അങ്ങോട്ട് പൈസ കൊണ്ടുപോ മക്കളെ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണെന്ന് സർക്കാർ പറഞ്ഞേ മതിയാകൂ. ശ്രീ ഭാസ്കർ, എന്താണ് ഉമ്മൻചാണ്ടി സർക്കാരിനെ നേരത്തെ പറഞ്ഞ പോലെ LDF സർക്കാർ ബഹിഷ്കരിച്ചെങ്കിലും ഈ പറഞ്ഞ IT ടവർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രാഥമിക നടപടി എന്നുള്ള നിലയ്ക്ക് ഒരു IT ടവർ 6.5 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ ഉണ്ടാക്കുന്നു. അതിനുശേഷം വർഷങ്ങളുണ്ടായി. ഈ കഴിഞ്ഞ 8 വർഷങ്ങളുണ്ടായി. ഈ കഴിഞ്ഞ 8 വർഷങ്ങളിൽ ഈ ശ്രീ ഹസ്കർ ഇതിൻ്റെ അനക്ഷറിൽ പറയുന്നത് ഓരോ വർഷവും എത്ര തൊഴിൽ, ഈ പറഞ്ഞ 90,000 തൊഴിൽ ഓരോ വർഷവും എത്ര തൊഴിൽ നടപ്പാക്കുന്നു, ഓരോ വർഷവും ഈ പറഞ്ഞ കെട്ടിട നിർമ്മാണം എത്രത്തോളം പൂർത്തിയാകുന്നു എന്നത് കൃത്യമായി മോണിറ്റർ ചെയ്യണമെന്നതടക്കം ഈ കരാറിലുണ്ട്. അത്തരത്തിലൊരു മോണിറ്ററിംഗ് സർക്കാർ നടത്തിയിട്ടുണ്ടോ? ഓരോ വർഷവും 8 വർഷം ഉണ്ടായല്ലോ, 8 വർഷങ്ങളിൽ ഓരോരോ വർഷങ്ങൾ എന്തൊക്കെ ചെയ്തു എന്ന് സർക്കാർ നോക്കിയോ? ചെയ്തില്ലെങ്കിൽ ഒരു നോട്ടീസെങ്കിലും ഈ പറഞ്ഞ ടീകോമിന് നൽകിയോ? പോട്ടെ, ഇതിനെല്ലാം ഒടുവിൽ, ഈ എല്ലാ വീഴ്ചകൾക്കും ഒടുവിൽ ഇതിൻ്റെ മൊത്തം പാപഭാരം കേരളത്തിലെ ജനത അനുഭവിക്കണം, ഈ കമ്പനിക്ക് നമ്മുടെ പൈസ നഷ്ടപരിഹാരം കൊടുക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു യുക്തി എന്താണ് ഹസ്കർ? ഹഷ്മി, ഇതിൽ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് പണ്ട് തൻ്റെ കുടിയാനെ ഒഴിപ്പിക്കാൻ കേസ് നടത്തി മുടിഞ്ഞ ഒരു തറവാട്ടുകാരനവരുടെ കഥയാണ്. അതുപോലെ ഇപ്പോൾ ടീകോമിനെ അവിടെ നിന്ന് ഒഴിപ്പിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ കേസ് നടത്തി ആ നഗരം
ഇപ്പോൾ സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞ് കാണാൻ കൊള്ളാവുന്ന ഒരു വലിയൊരു പ്രോജക്റ്റ്, കേരളത്തിന്റെ ഭാവി സ്വപ്നങ്ങൾക്ക് ചിറകടിപ്പിക്കുന്ന ഒരു പ്രോജക്റ്റ് അവിടെ ഉണ്ടല്ലോ. അത് കെട്ടിടങ്ങളൊക്കെ മെയിൻ്റെനൻസ് ഇല്ലാതെ പൊളിഞ്ഞു വീഴാറായി ഒരു പ്രേത നഗരമായി കാടും കയറി കിടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ പറയാൻ കഴിയും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. നമുക്ക് മുന്നിലൊരു കരാറുണ്ട്. നിശ്ചയമായ കരാറിന്റെ വ്യവസ്ഥകൾ പാലിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഏതെങ്കിലും ഒരു കക്ഷി, ഒന്നുകിൽ സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ ടീകോമോ അതിന്റെ പേരന്റ് കമ്പനിയായിട്ടുള്ള ദുബായ് ഹോർഡിങ്സോ അതല്ലെങ്കിൽ ദുബായ് ഹോർഡിങ്സോ എന്റെ ഉടമസ്ഥരായിട്ടുള്ള ദുബായ് സർക്കാരോ ഏതെങ്കിലും അർത്ഥത്തിൽ ഈ കരാറിൽ നിന്ന് പിൻവാങ്ങുകയും ആ കരാറിൽ നിന്ന് പിൻവാങ്ങിയതിനു ശേഷം ഒരു കക്ഷി പിൻവാങ്ങാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ ഈ സ്മാർട്ട് സിറ്റിയുടെ ഭാവിയിലെ സ്ഥിതി എന്തായിരിക്കും എന്നറിയാമോ? അതിങ്ങനെ കാട് പിടിച്ചൊരു പ്രേത നഗരമായി അവിടെ നിൽക്കേണ്ടി വരും. അല്ല ഭാസ്കർ, അതിപ്പോ സർക്കാർ ഏകപക്ഷീയമായി അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ തീരുമാനിക്കാന്ന് വെച്ചോ? സർക്കാർ ഏകപക്ഷീയമായി അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുക എന്നും വെച്ചോ? ഈ കരാർ വെച്ച് ആരും കോടതിയിലേക്ക് പോകില്ലെന്നാണോ? ഈ കരാറിൽ പറയുന്നത് ടീകോം നഷ്ടപരിഹാരം നൽകുന്നത് ഇങ്ങോട്ടേക്കാണ്. സംസ്ഥാന താല്പര്യത്തിന് വിരുദ്ധമായി, അവിടുത്തെ ജനതാല്പര്യത്തിന് വിരുദ്ധമായി സർക്കാർ നഷ്ടപരിഹാരം കൊടുക്കുന്നു എന്നാവശ്യപ്പെട്ട് ആരും കോടതിയിലേക്ക് പോകില്ലെന്നാണോ ഭാസ്കർ വിചാരിച്ചിരിക്കുന്നത്? അപ്പൊ പ്രേത നഗരമാവില്ലേ? അല്ല ഹാഷ്മി, അങ്ങനല്ല ഹാഷ്മി, അങ്ങനെ ഒരു കോടതി വ്യവഹാരത്തിലേക്ക് പോകരുത് എന്ന് സതുദ്ദേശത്തോടു കൂടിയാണ് പരസ്പരം ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ചീഫ് സെക്രട്ടറി അധ്യക്ഷയായിട്ടുള്ള ഒരു വിദഗ്ധ സമിതി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് വെച്ചിട്ടുള്ളത്. അവരുടെ കൊടുക്കേണ്ട നഷ്ടപരിഹാരത്തെ കുറിച്ച് ആലോചിക്കാൻ സ്വതന്ത്ര ഇവാലുവേറ്ററെ നിയമിക്കാൻ സർക്കാർ തീരുമാനിച്ച പിന്നെന്ത് ചർച്ച? അതും ഈ കരാറിന്റെ വ്യവസ്ഥയുടെ ഭാഗമാണ്. അല്ല, നഷ്ടപരിഹാരം കൊടുക്കാൻ 7-2 ക്ലോസ് ആണോ 7-1 ക്ലോസ് ആണോ എന്ന് ഇതുവരെയും സർക്കാരും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കും അങ്ങനൊന്നുമില്ല. ഇപ്പോൾ ഊഹാപോഹങ്ങളിലാണ് പറയുന്നത്. ആര് പറയുന്നു? ഞാൻ അയച്ചുതരാം. ഒരു ഊഹാപോഹമില്ല, ഒരു ഊഹാപോഹമില്ല. എന്തിനാണ് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്? 7-1-1 എന്ന് പറയുന്നത് സർക്കാർ വിരുദ്ധവും 7-2-2 എന്ന് പറയുന്നത് ജനതാല്പര്യത്തിനനുസൃതമായിട്ടാണ്. ജനതാല്പര്യത്തിനനുസൃതമായ സി ക്ലോസ് അവിടെ കിടക്കുമ്പോൾ സർക്കാർ വിരുദ്ധമായി എ ക്ലോസ് എടുക്കുന്ന തീരുമാനം എന്തുകൊണ്ടാ? അതാണ് നമ്മുടെ ചോദ്യം. അവിടെ ക്ലോസ് കിടപ്പുണ്ടല്ലോ. ടീകോമിൽ നിന്ന് പിഴ ഈടാക്കാമെന്ന ക്ലോസ് അവിടെ കിടക്കുമ്പോൾ സർക്കാർ അങ്ങോട്ട് പണം കൊടുക്കണം എന്ന് ക്ലോസ് എടുക്കുന്നത് എന്തിനാ? നിശ്ചയം ഞാൻ വളരെ ലളിതമായി ചോദിക്കുന്നു. ടീകോം മുടക്കിയിട്ടുള്ള പണത്തിന് തത്തുല്യമായി അവർക്ക് മുടക്കി മുതൽ തിരികെ ലഭിക്കുന്നതിന് നിയമപരമായ അവകാശമുണ്ടോ ഇല്ലയോ? ഇല്ല. അതിലൊരു അഭിപ്രായം ഇല്ല. ഈ കരാർ ആരെങ്കിലും ഒരു ആൾ തങ്ങളുടെ മൂലധനം മുടക്കി ഈ കരാർ പ്രകാരം ഇല്ല. അങ്ങനെ കരാറിലില്ല. അങ്ങനെ കരാറിലില്ല. എങ്ങനെ മുടക്കിയ മുതൽ തിരിച്ചെടുക്കണ്ടെന്നുണ്ടോ? ഏതെങ്കിലും ഘട്ടത്തിൽ പോകാൻ എവിടെയെങ്കിലും നഷ്ടം വന്നാൽ അങ്ങനല്ല, നഷ്ടം വന്നാൽ ആ കരാറിൽ വരാം. പക്ഷെ മുടക്കിയ മുതൽ തിരിച്ചെടുക്കണ്ട എന്നൊരു മുടക്കിയ മുതലാണെങ്കിലും അല്ലെങ്കിലും മുടക്കിയ മുതൽ എത്ര മുടക്കിയാലും ഇല്ലെങ്കിലും ഇത് നമ്മൾ ഹസ്കർ താങ്കൾ പറഞ്ഞ യുക്തി എങ്ങനെയാണ്? സർക്കാർ ടീകോമിനോട് പറയുന്നു നിങ്ങൾ ഇത്ര പണിയെടുത്തില്ല, അങ്ങോട്ട് പൊക്കോ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയ സ്ഥലത്തിന്റെ പൈസ ഇന്നാ പിടി. സർക്കാർ അങ്ങോട്ട് പറയുന്ന പോസിബിലിറ്റി താങ്കൾ പറയുന്നത്. ഇതങ്ങനെയല്ല. ടീകോം ഇങ്ങോട്ട് വന്ന് പറയുക ഞങ്ങൾ പോവാന്ന് പറയുക. അത് സർക്കാരിന്റെ കുറ്റം അതിലില്ല, ടീകോമിന്റെ കുറ്റമാണ്. അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അങ്ങനല്ല ഹാഷ്മി, അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി ഉണ്ട്. ദുബായ് സർക്കാർ എടുത്തിട്ടുള്ള തീരുമാനം UAEക്ക് പുറത്ത് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിർത്തിവെക്കാൻ തീരുമാനിക്കുന്നു. അത് അവരുടെ നയപരമായിട്ടുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമാണ്. അതിനെ തുടർന്ന് ടീകോമിന് പ്രവർത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള സാഹചര്യം സൃഷ്ടിച്ചിട്ടില്ല. അത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ പരസ്പരം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ ആ അർത്ഥത്തിൽ വലിയ ആഴവും വ്യാപ്തിയുമുള്ളതാണ്. നമ്മുടെ മുന്നിലുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കരാറിന്റെ അടിസ്ഥാനത്തിൽ അത് അങ്ങനെ ഭേദ്യം ചെയ്യാൻ കഴിയുന്ന ഒരു നയതന്ത്ര ബന്ധമല്ല. ഒന്ന്, അത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണത്. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. രണ്ട്, നമുക്കിപ്പോ കരാർ വ്യവസ്ഥയുടെ ഭാഗമായി ആ കരാറിന്റെ വ്യവസ്ഥയുടെ ഭാഗമായി ആ കരാർ വ്യവസ്ഥയിൽ ഉറച്ചു നിന്നുകൊണ്ടൊരു തീരുമാനമെടുക്കണമെന്ന് ആവശ്യപ്പെടാൻ ആഗ്രഹിക്കാം, ഒരു പ്രശ്നമില്ല. പക്ഷെ അവർ മുടക്കിയ മുതൽ ആരാണോ മുടക്കിയിട്ടുള്ളത് ആ മുടക്ക് മുതലിനെ സംബന്ധിച്ചുണ്ട്. അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഷെയർ റേഷ്യോ 84% ഈ സ്മാർട്ട് സിറ്റിയിൽ അവർ മുടക്കിയിട്ടുണ്ടെന്ന് റേഷ്യോ പ്രകാരം. അപ്പൊ അതിന് അവകാശമാകുന്നത് അവകാശ കരാർ ഇല്ല. സർക്കാർ പറഞ്ഞു വിടുകയാണെങ്കിൽ അങ്ങനെ അവകാശമുണ്ട്. അതല്ലാതെ അവർ തനിയെ പോകുമ്പോൾ ആ അവകാശമൊന്നും അവർക്കില്ല. ശ്രീ ജിൻഡോ അസ്കർ പറഞ്ഞത് ശരിയാണ്. അതിൽ 7-ൽ 3 ക്ലോസ് ഉണ്ട്. അതിൽ A എന്ന് പറയുന്നത് ടീകോമിന് ഗുണകരവും C എന്ന് പറയുന്നത് കേരളത്തിന് ഗുണകരവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇങ്ങോട്ട് നഷ്ടപരിഹാരം നൽകണം എന്നുള്ള ക്ലോസ് ആണ്. അതിൽ സംസ്ഥാനത്തിനും ജനതാല്പര്യത്തിനും അനുകൂലമായ C എടുക്കണ്ട, നമുക്ക് A എടുക്കാം എന്ന് തീരുമാനിക്കും. എന്തുകൊണ്ടാണ്? ഇപ്പോൾ കോടതിയിലേക്ക് പോയാൽ അത് നിയമവിരുദ്ധമല്ല. അതിന് കാരണം എന്താണ്? Aയിൽ എഴുതി വെച്ചിട്ടുണ്ട്.
ഹസ്കർ, ജിൻഡോ. എൻ്റെ ഹാഷ്മി, എനിക്കത് ഒരു രീതിയിലും മനസ്സിലാകാത്ത ഒരു ലോജിക്കാണ് ഈ ഹസ്കറിനെ പോലുള്ള നിയമ വിദഗ്ധർ കേരള സർക്കാരിന് വേണ്ടി വാദിക്കുന്നത്. ദുബായ് സർക്കാർ അവരുടെ നയപരിപാടികളിൽ മാറ്റം വരുത്തുന്നതിന് അനുസരിച്ചിട്ട് ഒരു കരാർ, മുൻപുണ്ടാക്കിയ ഒരു കരാറിൽ മുൻകാല പ്രാബല്യത്തോടെ നമ്മൾ മാറ്റം കൊടുക്കണമെന്ന് പറഞ്ഞാൽ എന്ത് ലോജിക്കാണ് ഈ പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ, മുടക്കിയ മുതലും ടീകോം കമ്പനിക്ക് തിരിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഹസ്കറിനെ പോലുള്ള ആളുകൾ ഇവിടെ കർഷകരുടെ മറ്റേ താങ്ങുവില സംസ്ഥാന സർക്കാർ വെട്ടിക്കുറച്ചിട്ടുണ്ട്, ₹1.73. നിങ്ങൾക്ക് അതിന് വല്ല മറുപടി ഉണ്ടോ? ഇവിടെ ഹാഷ്മി സൂചിപ്പിച്ച പോലെ വൈദ്യുതി ചാർജ് കൂട്ടാൻ പോവാ, വെള്ളക്കരം വർദ്ധിപ്പിച്ചു, പെൻഷൻ കൊടുക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ സാധാരണക്കാർക്ക് എന്തെങ്കിലും തിരിച്ചു കൊടുക്കുന്നുണ്ടാവും? ഉച്ചക്കഞ്ഞി വെക്കുന്നവന് ശമ്പളം പോലും കൊടുക്കാൻ താല്പര്യമില്ലാത്ത സർക്കാർ, KSRTC ബസ് അടിക്കുന്നതിന് ശമ്പളം കൊടുക്കാൻ താല്പര്യമില്ലാത്ത സർക്കാർ ടീകോം കമ്പനിക്ക് മുടക്കിയ മുതൽ തിരിച്ചു കൊടുക്കണമെന്ന് പറയുന്നത് എന്ത് ലോജിക്കാണെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അത് നിങ്ങൾ പറയുന്നത് കരാർ പ്രകാരമാണെന്ന്. ഈ കരാർ പ്രകാരം പണിയെടുക്കാത്ത, കൃത്യമായിട്ട് കൃത്യവിലോപം നടത്തിയ, അവർ പറഞ്ഞ എഗ്രിമെന്റ് വയലേഷൻ നടത്തിയ ടീകോം കമ്പനിക്കെതിരെ 8 വർഷമായിട്ട് പിണറായി സർക്കാർ ഒരു പണിയും ചെയ്തിട്ടില്ല. ഒന്ന് വിരൽ കൊണ്ട് ഞൊടിച്ച് പോലും പേടിപ്പിച്ചിട്ടില്ല, കണ്ണുരുട്ടി കാണിച്ചിട്ടില്ല. എന്നിട്ട് ടീകോം കമ്പനി അവർ പണി നിർത്തി പോകുമ്പോൾ നിങ്ങൾ വെറുതെ പോകണ്ട, ഞങ്ങൾ കുറച്ച് കൈകാശ് കൂടി തന്നേക്കാം എന്ന് പറഞ്ഞാൽ ശുദ്ധ അഴിമതിക്ക് വേണ്ടിയിട്ടുള്ള പണിയാണ്. അത് ഹസ്കറിനെ പോലുള്ള ഒരു ന്യായീകരിക്കുന്നതാണ് ഞങ്ങൾക്കൊക്കെ അത്ഭുതം. താങ്കൾ ന്യായീകരിച്ചോ, പക്ഷെ പൊതുസമൂഹം ഇത് കേൾക്കുകയല്ലേ? പാവപ്പെട്ട സഖാക്കന്മാർക്ക് കൂടി പട്ടിണിക്കിട്ടിട്ടല്ലേ, അവർക്ക് ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാതെയല്ലേ ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്? അപ്പോഴാണ് ടീകോം കമ്പനിക്ക് നഷ്ടപരിഹാരം കൊടുത്ത് അവരെ തിരിച്ച് അങ്ങോട്ട് വിട്ടേക്കാമെന്ന് ദുബായ് സർക്കാരിനെ പ്രീണിപ്പിക്കാൻ കേരള സർക്കാരിന്റെ പ്രഥമമായിട്ടുള്ള ഉത്തരവാദിത്തം എന്താണെന്നറിയോ? കേരളത്തിലെ 3.5 കോടി ജനങ്ങളോടുള്ള ബാധ്യത തീർക്കുക എന്നുള്ളതാണ്. 3.5 കോടി ജനങ്ങളോട് കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ഒരു സർക്കാരാണ് ദുബായ് സർക്കാരിനോട് ഏതോ ഒരു കമ്മിറ്റ്മെന്റ്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ടീകോം കമ്പനിയായിട്ട് രഹസ്യമായിട്ട് മറ്റൊരു കരാറുണ്ട്. ആ കരാർ എന്താണെന്നാണ് ഇനി പുറത്തു വരേണ്ടത്. ഓക്കെ, താങ്ക് യു. എനിക്ക് സിആറിലേക്ക് വരാൻ സമയമാണ്, ക്ഷമിക്കണം. ഇതിൽ തന്നെ പറയുന്നത് എന്താണ്, അങ്ങനെ എന്തെങ്കിലും ടിക്കോം വാദം ഉണ്ടായാൽ to abandon the project and the development of smart city in which case the TCOM shall acquire the entire shareholding of the government of Kerala in the SPV at a consideration as fixed by an independent valuer or C, to recover all investments made, costs and expenses incurred from TCOM as certified by an independent firm of chartered accountants jointly appointed by the parties. ഈ പറയുന്ന ഈ കരാറിൽ യാതൊരുവിധ ആംബിഗ്വിറ്റിയും ഇല്ല, ഈ കരാറിൽ യാതൊരുവിധ അവ്യക്തതയും ഇല്ല. സർക്കാരാണ് അവ്യക്തത ഉണ്ടാക്കുന്നത്. അത് എന്തിനാണ് നഷ്ടപരിഹാരം അങ്ങോട്ട് കൊടുക്കാം എന്ന തീരുമാനത്തിലേക്ക് സർക്കാർ എങ്ങനെയാണെന്ന് പറയേണ്ടതും സർക്കാർ തന്നെയാണ്. എൻകൗണ്ടർ പൂർണ്ണമാവുന്നു.